വീണ്ടും കർത്താവിൻ്റെ സന്നിധാനത്തിൽ ആയിരിക്കത്തക്കവണ്ണം ദൈവം അനുവദിച്ച സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൊണ്ടുവന്ന പുസ്തകങ്ങൾ തീർന്നു പോയിരുന്നു. എങ്കിലും ചില സെറ്റുകൾ ഇവിടെ അമലയിൽ താമസിക്കുന്ന ഞങ്ങളുടെ മകൻ്റെ വീട്ടിൽ ഇരിക്കുന്നുണ്ട്. ഒരുപക്ഷെ അവനത് കൊണ്ടുവരുമായിരിക്കാം. ഞാനിവിടെ കുടുംബസത്യങ്ങളാണ് പറയുന്നത് എന്നുള്ളത് കൊണ്ട് ഏറിയ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ച ഭക്തിയുള്ള കുടുംബത്തിൻ്റെ 1-2 കോപ്പികൾ എൻ്റെ കൈവശമുണ്ട്. മിക്കവാറും നിങ്ങളുടെ കയ്യിൽ കാണുമായിരിക്കാം. ഇല്ലാത്തവർക്ക് 1-2 കോപ്പികളുള്ളത് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താനായിട്ട് അവസരമുണ്ട് എന്നുള്ളത് ഓർപ്പിക്കുന്നു. വീട് പണിത രൂത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതിൽ 2 സുപ്രധാനമായ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്നു. വീട് പണിയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലൂടെ നമ്മൾ കടന്നു പോയതാണ്. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കാനിടയായിട്ട് തീർന്നത്, ദൈവത്തിൽ വിശ്വസിച്ച് ആശ്രയിച്ചാണ് രൂത്ത് വീട് പണിയുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളതായ കാര്യം നാം ഓർത്തു. അവിടെ രൂത്തിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചതിനേക്കാൾ അധികം നവോമി അവൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുത്തു, അവളുടെ ജീവിതം കൊണ്ടും പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതായ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കാനിടയായിട്ട് തീർന്നത്. അവിടെയൊക്കെ നമുക്ക് പാഠങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ പ്രത്യേകിച്ചും മക്കൾക്ക് ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കുവാൻ, അവർ കർത്താവിനെ രക്ഷകനും കർത്താവുമായി കൈക്കൊള്ളുമാറ് അവരോട് വചനം പറയാനും അവരെ കർത്താവിലേക്ക് നയിക്കാനുമുള്ളതായ വലിയ ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളതായ കാര്യം നമുക്കവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുകയാണ്. മാത്രമല്ല, നമ്മൾ കുടുംബത്തിൻ്റെ പണിയിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ മക്കൾക്ക് വിശ്വാസത്തിൻ്റെ പാഠങ്ങൾ പകർന്ന് കൊടുക്കാനായിട്ട് കഴിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇരിക്കുന്നത്. നിങ്ങൾ പഠിക്കുന്ന പാഠത്തിൽ ഒരു സഹോദരി വിശ്വാസത്തിൽ പാർക്കണം എന്നുള്ളതായ കാര്യം ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നുണ്ടല്ലോ. വിശ്വാസത്തിൽ പാർക്കേണ്ടതുപോലെ പാർത്താൽ വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൈമാറിക്കൊടുക്കാനായിട്ട് സാധിക്കും. കുടുംബങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ പല മാതാപിതാക്കളും മക്കളോട് മറച്ചു വയ്ക്കാറുണ്ട്. കാരണം മക്കളെങ്കിലും അതിൻ്റെ വേദനകൾ അനുഭവിക്കേണ്ട എന്നുള്ള വിചാരത്തിലായിരിക്കാം അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം ഒരു കുടുംബം ഒരു പ്രതിസന്ധി അഭിമുഖീകരിക്കുമ്പോൾ അത് കുടുംബാംഗങ്ങളെല്ലാവരോടും പങ്കിടാനും ആ പ്രതിസന്ധിയിൽ ദൈവത്തിൽ ആശ്രയിക്കുവാനും സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങൾ ചിലപ്പോൾ നാളെ മാറ്റപ്പെടാം. അതുകൊണ്ട് ബാക്കി കുടുംബാംഗങ്ങൾ വിശ്വാസത്തിൽ ജീവിക്കണമെങ്കിൽ ഏത് പ്രതിസന്ധിയിലും ആശ്രയിക്കുവാൻ മതിയായവനായ കർത്താവിൽ ആശ്രയിക്കേണ്ടതിനു വേണ്ടി കുടുംബത്തെ പരിചയിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കേണ്ടതിന് കർത്താവ് നമുക്ക് ഏവർക്കും ദൈവകൃപ നൽകട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു വരുമ്പോൾ നവോമി ഏക ദൈവത്തെ പരിചയപ്പെടുത്തിയതായ കൂട്ടത്തിൽ അവരുടെ അന്യോന്യമുള്ള സംഭാഷണങ്ങളിലെല്ലാം ദൈവം അവർക്ക് കൊടുത്തതായ ദൈവീക പ്രമാണങ്ങളെ ആദരിച്ചാണ് നവോമി സംസാരിക്കുന്നത്.
എന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. അതിനൊരു ഉദാഹരണവും ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ഇടയായിട്ട് തീർന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ പുസ്തകം വായിച്ചു കാണുമായിരിക്കും. ഈ ക്യാമ്പിൻ്റെ പരിപാടികളുടെ തിരക്കിലതിന് സമയം കിട്ടിയോ എന്നെനിക്കറിയാൻ പാടില്ല. ഈ ആശയം മനസ്സിൽ വെച്ചുകൊണ്ട് രൂത്തിൻ്റെ പുസ്തകം ഒന്ന് വായിച്ചാൽ നവോമിയുടെ ഓരോ സംഭാഷണങ്ങളിലും വളരെ കാതലായ ചില ആത്മീക സത്യങ്ങൾ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എന്തോ ഒരു അസാധാരണമായ കാര്യമാണ് രൂത്തിനോട് നവോമി പറയുന്നത്. രൂത്ത് ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും പതിവില്ലല്ലോ എന്ന് പറഞ്ഞോ എന്നറിയാൻ പാടില്ല. പറയാനുള്ളതായ സാധ്യത ഉണ്ട്. കാരണം അവിടെ നവോമി പറഞ്ഞ കാര്യങ്ങൾ ഒരു മോവാബ്യ സ്ത്രീക്ക് മനസ്സിലാകാൻ പ്രയാസമാണ്. നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിൽ നമുക്ക് മനസ്സിലാകാനും വളരെ പ്രയാസമുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ യഹൂദൻ്റെ പ്രമാണപ്രകാരവും വീണ്ടെടുപ്പിൻ വ്യവസ്ഥയും അറിയാവുന്ന നവോമി എത്രയോ സൂക്ഷ്മതയോടുകൂടിയാണ് ആ നിർദ്ദേശം രൂത്തിന് നൽകുന്നതായി നമ്മൾ കാണുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വിശദീകരണം ഇപ്പോൾ പറയാൻ ശ്രമിക്കുന്നില്ല. ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഒടുവിൽ സമയം ഉണ്ടായാൽ പറയുമായിരിക്കും. പക്ഷെ ഞാനിവിടെ ഒരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, വീട്ടിലെ എല്ലാ സംഭാഷണങ്ങളിലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ സത്യങ്ങൾ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തുവാനായിട്ട് സാധിക്കണം. ഇതിൻ്റെ ഒരു ആശയം വ്യക്തമാക്കാൻ പറയാൻ എനിക്കിത്തിരി ഇഷ്ടമില്ലെങ്കിലും ഞാനൊരു സംഭവം പരാമർശിക്കാം എന്ന് കരുതുകയാണ്. ഒരു വിശ്വാസിയായ സഹോദരി ഒരു പ്രേമബന്ധത്തിൽ കുരുങ്ങി ഒരവിശ്വാസിയെ വിവാഹം കഴിക്കുവാൻ ഇടയായിട്ട് തീർന്നു. അപ്പോൾ എന്തോ ഒരു സങ്കടകരമായ കാര്യമായിപ്പോയി. പക്ഷെ വളരെ പ്രായമുള്ളൊരു സഹോദരിയുടെ പ്രതികരണം എന്നെ വളരെ അത്ഭുതപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നു. അവരിങ്ങനെയാണ് പറഞ്ഞത്, അവിശ്വാസിയാണെങ്കിലും നല്ല സൗകര്യമുള്ളൊരു വീട്ടിലാണ് അവൾ ചെന്നിരിക്കുന്നത്. അത് വാസ്തവത്തിൽ എന്നെ നടുക്കിക്കളഞ്ഞതായൊരു കാര്യമാണ്. അങ്ങനെ പറയാമോ? അങ്ങനെ പറയാൻ പാടില്ല. കാരണം അത് ആ വാചകം ഒരുപക്ഷെ കേൾക്കുന്ന ചിലരിൽ എത്രയോ തെറ്റായൊരു സന്ദേശം ഉൾക്കൊള്ളുന്നതിന് കാരണമായിട്ട് തീരാവുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അങ്ങനെയൊരു ബന്ധത്തെക്കുറിച്ച് വേദപുസ്തകത്തിൻ്റെ പ്രതികരണം എന്താണ് നിങ്ങൾക്കറിയാമോ? ഈ വാക്യം നിങ്ങളെല്ലാവരും മനപ്പാഠം പഠിച്ചിരുന്നാൽ നല്ലതാണ്. 1 തിമോഥെയോസ് 5-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇപ്പോൾ തന്നെ ചിലർ സാത്താൻ്റെ പിന്നാലെ പോയല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാത്താൻ്റെ പിന്നാലെ പോയ സ്ത്രീയെക്കുറിച്ചല്ല, പ്രമാണം തെറ്റിച്ച് വേറൊരു പുരുഷൻ്റെ കൂടെ പോയ സ്ത്രീയെക്കുറിച്ചാണ് അവിടെ പൗലോസ് രേഖപ്പെടുത്തുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഈ കാര്യം എത്രയോ ഗുരുതരമായൊരു പാപമായിട്ടാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തോ ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള യാത്രയായിട്ടാണത് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ദൈവവചനം ഈ വിഷയത്തിൽ എന്ത് പഠിപ്പിക്കുന്നു എന്നുള്ളതായ കാര്യം നമ്മൾ കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ ഓരോ സംഭാഷണങ്ങളിലും വീട്ടിലെ വിലയിരുത്തലുകളിലും ഒക്കെ ദൈവീക പ്രമാണങ്ങളെ അവഗണിക്കുന്നില്ല എന്നുള്ളത് വളരെ സൂക്ഷ്മതയോടെ ഉറപ്പാക്കാനുള്ളതായ ഉത്തരവാദിത്വം ഉണ്ട്. അത് ഞാനീ പറഞ്ഞ പ്രമാണം രൂത്തിൻ്റെ പുസ്തകം നിങ്ങൾ വായിച്ചാൽ പല കാര്യങ്ങളിലൂടെ ഈ സത്യം
ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ അത് സൂക്ഷിക്കാൻ സാധിക്കട്ടെ. അത് സൂക്ഷിക്കാൻ സാധിച്ചാൽ നമ്മൾ വളർത്തുന്ന മക്കളിലേക്ക് പ്രത്യേകിച്ച് വലിയ ഉപദേശങ്ങൾ നമ്മൾ പറയാതെ തന്നെ ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ സ്വാഭാവികമായി ഉൾക്കൊള്ളുന്നതിന് അത് മുഖാന്തരമായിട്ട് തീരാകുന്നതാണ്. രൂത്തിൻ്റെ ആശ്രയത്തെക്കുറിച്ച് ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് ഒത്തിരി വിശദമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. രൂത്തിൻ്റെ ആശ്രയത്തെക്കുറിച്ച് ഏറ്റവും നല്ല നിലയിൽ പറയുന്നത് ബോവസാണ്. നമുക്ക് ആ വാക്യം 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ അത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ വശത്ത് നിന്നൊരു കാര്യം ഓർപ്പിച്ചോട്ടെ. വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ആശ്രയത്തിലാണ് കുടുംബം പണിയേണ്ടതുപോലെ പണിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ വാക്യം നമ്മളൊന്ന് വായിക്കുകയാണ്. രൂത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കാം. അപ്പോൾ അവിടെ ബോവസ് രൂത്തിൻ്റെ ആശ്രയത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും ഭംഗിയായി മനസ്സിലാക്കാവുന്ന ഒരു പ്രയോഗം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു. അപ്പോൾ രൂത്ത് നവോമിയെ നോക്കിപ്പോന്നയാളല്ല. പിന്നെയോ നവോമി പരിചയപ്പെടുത്തിയതായ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചാണ് അവളുടെ ദേശത്ത് നിന്ന് പോന്നത്. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാവുന്ന ഒരു വിശദീകരണം നമ്മുടെ കർത്താവ് ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യത്തിൽ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ. അപ്പോൾ ഇവിടെ ബോവസ് പറയുന്ന വാക്കിൻ്റെ ആ മനോഹാരിതയും അർത്ഥവും നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഇത് നമ്മൾ സാധാരണ കണ്ടുവരുന്നതായൊരു കാര്യമാണ്. പക്ഷേ ഞാൻ ഈ വചനത്തിലൂടെ കടന്നുപോയപ്പോൾ ഓർത്തു, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിക്കാറുണ്ടെങ്കിലും അവിടെ മുഴുവൻ സംരക്ഷണവും ലഭിച്ചുകൊള്ളണം എന്ന് നിർബന്ധമില്ല. ആരോ വേദിയിൽ പറഞ്ഞൊരു കാര്യം ഓർക്കുന്നു. ഒരു സ്ഥലത്തൊരു അഗ്നിബാധയുണ്ടായി പോലും. അപ്പോൾ ആ അഗ്നിബാധയൊക്കെ കഴിഞ്ഞ് അവശിഷ്ടങ്ങൾ പരിശോധിക്കുമ്പോൾ ഒരു തള്ളക്കോഴിയുടെയും അതിൻ്റെ ചിറകിലിരുന്ന കുഞ്ഞുങ്ങളുടെയും അവശിഷ്ടങ്ങൾ കിട്ടാനിടയായിട്ട് തീർന്നു എന്നാരോ വേദിയിൽ പറഞ്ഞത് ഓർക്കുന്നു. സംഭവം നടന്നതോ നടക്കാത്തതോ എന്തുമാകട്ടെ, അതിൽ നമുക്കൊരു സാരമായ സത്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണത്തിന് നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഉപമ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവം ആശ്വസിപ്പിക്കുന്ന കാര്യം യെശയ്യാവ് 66 പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളൊരു കാര്യമാണല്ലോ പറയുന്നത്. എന്താ? അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ. അത് നമുക്ക് എളുപ്പം മനസ്സിലാകും, ആർക്കും മനസ്സിലാകും. അപ്പം അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രതിപാദനത്തിൻ്റെ ആ ലാളിത്യം നമുക്ക് അവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പക്ഷേ കോഴിയുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ ചിറകിൻ കീഴിൽ മുഴുവനും സുരക്ഷിതരല്ല. പക്ഷേ ഞാനിന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ, നാം നമ്മുടെ ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ എത്രയോ സുരക്ഷിതരാണ്. കാരണം സർവശക്തനായ ദൈവത്തിൻ്റെ
ചിറകിൻ കീഴിൽ നമുക്ക് ലഭിക്കുന്നതായ സംരക്ഷണം അതിൽ തന്നെ എത്രയോ മഹത്തരമാണ് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ അറിയാൻ ഭാഗ്യം കിട്ടിയവർ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ നമുക്ക് യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് ദൈവാത്മാവ് നമുക്കേവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. ഈ ആശയം മനോഹരമായി പ്രതിഫലിപ്പിക്കുന്ന ഒരു മനോഹരമായിട്ടൊരു പാട്ട് നമ്മൾ സാധാരണ പാടാറുണ്ട്. പാടാനൊരു സാഹസത്തിന് ഞാൻ മുതിരണോ എന്നൊരു സന്ദേഹമുണ്ട്. എങ്കിലും ഈ പാട്ട് നമുക്ക് ഒരുമിച്ചൊന്ന് പാടിയാലോ എന്നൊരു ചിന്തയുമുണ്ട്. ആത്മീയ പുസ്തകമൊന്നും എടുക്കണ്ട കേട്ടോ. 482 പാട്ട് നല്ല പരിചയമുള്ള പാട്ടാണ്. ദൈവത്തിൽ ഞാൻ കണ്ടൊരു നിർഭയമാം പാർപ്പിടം, ഇത്ര സൗഖ്യമെങ്ങുമേ കാണുന്നില്ല ഞാൻ എൻ്റെ ചിറകേന്നു ദുർഘടങ്ങൾ നീങ്ങി ഞാൻ വാഴുന്നെന്തു മോദമായി പാടും ഞാൻ അത്യുച്ചമായി. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായിട്ടാണ് ആ ദൈവദാസൻ ഈ വരികൾ കുറിക്കുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നിങ്ങൾക്കറിയാമായിരിക്കാം, വലിയൊരു വിടുതൽ ആ ദൈവദാസനും കൂടെയുള്ളവരും അനുഭവിച്ച് വന്ന രാത്രിയിലാണ് ഈ പാട്ട് എഴുതിയത് എന്ന് കേട്ടിട്ടുണ്ട്. സുവിശേഷത്തിൻ്റെ ശത്രുക്കൾ ഒരിക്കൽ ആ കെണിയിൽ പെടാതെ സുരക്ഷിതരായി വീട്ടിലെത്തിയിട്ട് ആ ദൈവദാസൻ കുറിച്ച വാക്കുകളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനിന്ന് പലകാലം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് ഏത് സാഹചര്യത്തിലും വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും നമ്മുടെ ദൈവം മതിയായവനാണ്. ഞാൻ ഈ കാര്യം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം പരിചയമുള്ള വേദപുസ്തകത്തിൽ 2 കുടുംബങ്ങൾ എൻ്റെ മനസ്സിൽ വരുവാൻ ഇടയായിട്ട് തീർന്നു. അവരെക്കുറിച്ചുള്ള വിശദീകരണം ഞാൻ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിൽ നമുക്ക് സങ്കടം തോന്നാവുന്ന, സഹതാപം തോന്നാവുന്ന ഒരു പ്രവാചക ശിഷ്യൻ്റെ കുടുംബത്തെ നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരറിയാൻ പാടില്ല, ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് ഒരു വിശേഷണം ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മരിച്ചുപോയ പ്രവാചക ശിഷ്യന് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമോ ആ വിശേഷണം? യഹോവ ഭക്തനായിരുന്നു. അത് ആര് പറഞ്ഞ സാക്ഷ്യമാണ്? ഭാര്യ പറഞ്ഞ സാക്ഷ്യമാണ്. ഇനി അതിനേക്കാൾ വലിയ സാക്ഷ്യം മനുഷ്യരാരാ പറയാനായിട്ടുള്ളത്? അപ്പോൾ യഹോവ ഭക്തനായിട്ട് ജീവിച്ചു. എങ്ങനെ കടം വന്നു എന്നോ എന്തുകൊണ്ട് അകാലത്തിൽ അദ്ദേഹം കടന്നുപോയി എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ അങ്ങനെ വളരെ പ്രയാസമുള്ള വഴിയിലൂടെ ആ കുടുംബം കടന്നു പോകുമ്പോൾ ആ ദൈവദാസൻ കടന്നു പോയെങ്കിലും ആ വിധവയും മക്കളും ദൈവത്തിൽ അർപ്പിച്ച വിശ്വാസത്തിൻ്റെ മഹത്വം നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുകയാണ്. അന്ന് ദൈവത്തിൻ്റെ ആലോചന ചോദിക്കണമെങ്കിൽ പോകാൻ സുരക്ഷിതമായി പോകാവുന്നൊരു സ്ഥലമുണ്ട്. ഏലീശയുടെ അടുക്കൽ പോയാൽ ദൈവത്തിൻ്റെ ആലോചന അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവിടെ പോകാനിടയായിട്ട് തീർന്നു. അവരുടെ സങ്കടങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പറയുവാൻ ഇടയായിട്ട് തീർന്നു. അദ്ദേഹം എന്ത് പറഞ്ഞാലും അനുസരിക്കുവാൻ ആ സഹോദരിയും മക്കളും ഒരുക്കമായിരുന്നു. അതവരുടെ വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും മനോഹരമായ ചിത്രമായിട്ടാണ് ഇരിക്കുന്നത്. അദ്ദേഹം കൊടുത്ത ആലോചനയും അതിനാലുണ്ടായ നന്മയും നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. ഞാനിത് വിശദീകരിക്കേണ്ടതില്ല എന്ന് വിചാരിക്കുകയാണ്. സാധാരണ അനുസരിക്കാൻ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ് എലീശ പറഞ്ഞത്. വെറും പാത്രങ്ങൾ കടം വാങ്ങണം, പോയി വാങ്ങിച്ചു കൊണ്ടുവരണം.
ഈ വിധവയും മക്കളും അതെത്രയോ കൃത്യമായി അനുസരിച്ചു. ഞാൻ ചിലപ്പോൾ ആ വേദഭാഗം ചിന്തിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഈ അമ്മ വന്ന് പറയുകയാണ്, ഇങ്ങനെയാണ് കേട്ടോ പ്രവാചകൻ പറഞ്ഞയച്ചിരിക്കുന്നത്. ചിലപ്പോൾ ഈ കാലത്തൊക്കെയാണെങ്കിൽ ഈ അമ്മയെ വല്ല ആശുപത്രിയിലും കാണിക്കാം എന്ന് വിചാരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഈ കടം കയറിയിരിക്കുന്ന ആളുകൾക്ക് ആരാ അന്നത്തെ കാലത്ത് പാത്രം വായ്പ കൊടുക്കുന്നത്? സാധാരണ നില അതൊക്കെ വളരെ പ്രയാസമുള്ള കാര്യമാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ പറയുന്നത് എന്താണ്? വീട്ടിലിരിക്കുന്ന എണ്ണ പകരാനാണ് എന്ന് പറഞ്ഞാൽ അത് ഉൾക്കൊള്ളാനായിട്ട് പാത്രം കൊടുക്കുന്നവർക്ക് പറ്റുമോ? അതൊക്കെ ബുദ്ധിപരമായും യുക്തിപരമായും ചിന്തിച്ചാൽ അതൊന്നും നടപ്പുള്ള കാര്യമായിട്ട് തോന്നുകയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പക്ഷേ ആ വിധവയും മക്കളും അത് വളരെ കൃത്യമായി അനുസരിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, ആ ദൈവഭക്തൻ അദ്ദേഹം യഹോവാ ഭക്തനായിരുന്നു. യഹോവാ ഭക്തിയുടെ പ്രായോഗികമായ പാഠങ്ങൾ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് പ്രവാചകൻ്റെ നിർദ്ദേശം അവർ അതുപോലെ അനുസരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. ധാരാളം എണ്ണ പാത്രങ്ങളിലെല്ലാം നിറഞ്ഞു. ഇനി സ്വാഭാവികമായിട്ട് ആർക്കാ ചിന്തിക്കാൻ പറ്റാത്തത്? ഇത് വിൽക്കാം, കാര്യങ്ങൾ നടത്താം. പക്ഷേ അവർ പിന്നെയും പ്രവാചകൻ്റെ അടുക്കൽ പോവുക. അങ്ങ് പറഞ്ഞ പോലെ കാര്യങ്ങളെല്ലാം നടന്നിട്ടുണ്ട്, പാത്രമെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട്, ഇനി എന്താ ചെയ്യേണ്ടത്? അതാണ് വിശ്വാസത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും വഴി. ഞാനൊരു സാമ്പത്തിക പാഠം ഇതിൻ്റെ കൂടെ പറയുകയാണ്. സഹോദരിമാർക്ക് സാമ്പത്തിക പാഠത്തിൽ വളരെ പങ്കുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഒരു വീട്ടിലെ സഹോദരി സമ്പത്ത് കൈകാര്യം ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ഒരാളായാൽ എന്തോരം വരുമാനം ഉണ്ടായാലും പ്രയോജനമുണ്ട് എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ലളിതമായ സാമ്പത്തിക പ്രമാണങ്ങൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. പ്രവാചകൻ്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം പറഞ്ഞു, നീ ആ എണ്ണ വിറ്റ് ആദ്യം കടം വീട്ടണം, പിന്നെ ശേഷിപ്പ് കൊണ്ട് ഉപജീവിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ വിഷയം അതല്ല, എങ്കിലും ഞാനൊരു വാചകം പറഞ്ഞോട്ടെ. ചിലർക്ക് എന്തോരം കടമുണ്ടെങ്കിലും അത് വീട്ടണം എന്നൊരു ആഗ്രഹമില്ല. അതൊക്കെ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിക്കും. അവരുടെ ചെലവുകൾ കണ്ടാൽ കടമുള്ള ആളുകളെ പോലെയായിട്ട് തോന്നുകയുമില്ല. കാരണം ഈ കടമുണ്ടെന്നുള്ളതായ ബോധ്യം പോലും ഇല്ലാതെ പണം ചിലവിട്ട് പോകുന്നതിനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ദൈവദാസൻ കൊടുത്ത നിർദ്ദേശവും അവരുടെ അനുസരണവും എത്രയോ മനോഹരമായിട്ടുള്ള ഒന്നാണ്. ഞാനിന്ന് പകൽ ഓർപ്പിക്കട്ടെ, അവർ യഹോവയിൽ ആശ്രയിച്ചു എന്നുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ കുടുംബം വല്ലാത്ത പ്രതിസന്ധിയിൽ വിജയകരമായിട്ട് നിന്നു. ഞാൻ ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, ഈ പ്രവാചകൻ്റെ എഴുത്തും വാങ്ങിച്ചൊരു പിരിവിന് പോകാം എന്ന് ആ വിധവ വിചാരിച്ചില്ല. പ്രവാചകൻ എഴുത്ത് കൊടുക്കുകയുമില്ല എന്ന് വിചാരിക്കുക. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മൾ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. വിശ്വാസത്തിൻ്റെ പാത ആശ്രയത്തിൻ്റെ പാതയാണ്. ഇടം വലം നോക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ഒരു മനുഷ്യനും സങ്കല്പിക്കാൻ കഴിയാത്തതായ ശ്രേഷ്ഠമേറിയ വഴിയിലൂടെ ദൈവം നമ്മെ സംരക്ഷിക്കുവാൻ ഇടയായിട്ട് തീരും. അത് വെളിപ്പെടുത്തുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. 5-ാം അധ്യായത്തിൽ മറ്റൊരു പ്രവാചക ശിഷ്യനുണ്ട്. ഒരു വാചകം എന്ന് പറഞ്ഞോട്ടെ. അദ്ദേഹം പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാമല്ലോ, ഗേഹസി. ഏലീശ കഴിഞ്ഞാൽ പിന്നെ ശുശ്രൂഷ ഏറ്റെടുക്കേണ്ട ആളായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ വസ്ത്രം, ഒലിവ് തോട്ടം, മുന്തിരിത്തോട്ടം ഒക്കെ സമ്പാദിക്കാനായിട്ട് വഴി വിട്ട് സമ്പത്ത് കണ്ടെത്തിയ ഗേഹസിയുടെ കുടുംബത്തിൻ്റെ ചിത്രം എത്രയോ ഭയാനകമായ ചിത്രമാണ്. എൻ്റെ വിഷയം അതല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഈ മേഖലയിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നതും മനുഷ്യനിൽ ആശ്രയിക്കും തമ്മിലുള്ളതായ വ്യത്യാസം വെളിപ്പെടുത്തിക്കൊണ്ട് ചരിത്രത്തിൽ ഈ കുടുംബങ്ങൾ നിലകൊള്ളുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് യഹോവയിൽ വിശ്വസിക്കാം. ആ ചിറകിൻ കീഴിൽ ആശ്രയിച്ച് ജയാളികളായി ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക്
ധാരാളം ദൈവകൃപ നൽകട്ടെ. രൂത്ത് യഹോവയുടെ ചിറകിൽ ആശ്രയിച്ചു. അതിൻ്റെ വലിയ അനുഗ്രഹം കാണുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. അങ്ങനെ ആ ചിറകിൽ ആശ്രയിച്ച് വന്ന രൂത്ത്, ഇനി ആ പുസ്തകത്തിൽ അതിൻ്റെ അവൾ അനുഭവിച്ച നന്മയെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. വിശദീകരിച്ചാൽ ഈ ക്ലാസ് അവിടെ നിൽക്കാനിടയായിട്ട് തീരും എന്നുള്ളത് കൊണ്ട് നവോമി അവൾക്ക് കൊടുത്ത കരുതലും സ്നേഹവും എത്രയോ അധികമാണ്. ബോവസിൻ്റെ വയലിൽ അവൾ അനുഭവിച്ച കരുതൽ, ദൈവത്തിൻ്റെ ചിറകിൻ കീഴിൽ അവൾക്ക് ലഭിച്ച ആശ്വാസമല്ലേ. ആ വയലിനെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് അവൾ അവിടെ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അത് വേണമെങ്കിലൊന്ന് കുറിച്ചെടുത്ത് വിശദമായി ചിന്തിച്ചാൽ നല്ലതാണ്. ഞാനൊരു ഗൃഹപാഠത്തിന് വേണ്ടി അത് വിടുകയാണ്. അസാധാരണമായ കരുതലല്ലേ അവൾ അനുഭവിച്ചത്. കൊയ്ത്തുകാരോട് ബോവസ് പറയുകയാണ്, അവൾക്ക് പെറുക്കാൻ നിങ്ങൾ കറ്റകളിൽ നിന്ന് കതിര് വലിച്ചിട്ടേക്കണം. ലോകത്തിൽ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇത്? പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ കരുതാം എന്ന് വച്ചാൽ മനുഷ്യർക്കാർക്കും പരിചയമില്ലാത്തതായ അസാധാരണമായ വഴിയിലൂടെ നമ്മുടെ ദൈവത്തിന് നമ്മെ കരുതാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ എന്താ രേഖപ്പെടുന്നത്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. അതുകൊണ്ട് രൂത്ത് നമ്മോട് പറയുന്നത്, നിങ്ങൾ ഈ ചിറകിൻ കീഴിൽ സുരക്ഷിതരാണ്. അവിടെ ആശ്രയിച്ചോളൂ. വേണ്ടതെല്ലാം അവിടെ ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. പിന്നെ ആ ബോവസിൻ്റെ വയലിൽ നിന്ന് അവൾ ബോവസിൻ്റെ വീട്ടിലെ അതിശ്രേഷ്ഠമായ കരുതലിലേക്കാണ് ഉയർത്തപ്പെടുവാൻ ഇടയായിട്ട് തീർന്നത്. പ്രിയപ്പെട്ടവരെയും, ഞാൻ ഒരു വാചകവും കൂടെ പറഞ്ഞോട്ടെ. അതൊരു ഒത്തിരി ആവേശത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഓർപ്പിക്കുന്നത്. ദാവീദിൻ്റെ പുത്രനിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ച കരുതൽ വന്ന വഴിയും ഈ ആശ്രയിച്ച രൂത്തിൻ്റെ വഴിയിലാണ് എന്നുള്ളത് നമുക്കെല്ലാ നന്ദിയോടും കൂടെ ഓർക്കാം. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യഹോവയുടെ ചിറകിൻ കീഴിൽ ആശ്രയിക്കുന്നത്, അവനിൽ മാത്രം ആശ്രയിക്കുന്നതിൻ്റെ മഹത്വം എത്രയോ മനോഹരമായിട്ട് ഈ ചരിത്രം വെളിപ്പെടുത്തുകയാണ്. ഇനി ഇതിലെ ചില വാക്യങ്ങളൂടി പറഞ്ഞാൽ നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എനിക്കും തോന്നുന്നുണ്ട്. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ കർത്താവിനെ വിശ്വസിക്കാം. കർത്താവിൽ മാത്രം ആശ്രയിക്കാം. മനുഷ്യരിൽ ആശ്രയിക്കാതിരിക്കാം. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കാതിരിക്കാം. നമ്മുടെ ദൈവം നമുക്ക് ഏറ്റവും മതിയായവനാണ് എന്നുള്ളത് പ്രായോഗിക തലത്തിൽ സാക്ഷ്യപ്പെടുത്തി കുടുംബങ്ങളായിട്ട് ജീവിക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യത്തിലേക്ക് ഞാൻ അല്പം കൂടി വേഗത്തിൽ പോകാം എന്ന് വിചാരിക്കുക. രൂത്തിൻ്റെ വിശ്വാസവും ആശ്രയവുമാണ് നമ്മൾ ഇതുവരെ ഓർക്കാനിടയായിട്ട് തീർന്നത്. രൂത്തിന് ഉറച്ച നിർണയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു വീട് ശരിയാം വണ്ണം പണിയണം എന്നു വരികിൽ വചനാധിഷ്ഠിതമായിട്ടുള്ള ഉറച്ച നിർണയങ്ങൾ സൂക്ഷിക്കാനായിട്ട് സാധിക്കണം. 1:18 വാക്യം നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എങ്കിലും നമുക്കൊന്ന് വായിച്ചു പോകാം. രൂത്ത് 1:18 വാക്യം. അപ്പോൾ അവിടെ ആവുന്നിടത്തോളം തടസ്സങ്ങൾ രൂത്തിനോട് നവോമി പറഞ്ഞു. അപ്പോൾ ഇവള് ഓർപ്പ പോകുന്ന പോലെ പോങ്കി പൊക്കോട്ടെ എന്ന് വിചാരിച്ച് കാണും. കാരണം ഈ
വിശ്വാസവും ആശ്രയമില്ലാതെ ഇവർ കൂടെ പോന്നാലും ഭാരമാകും എന്നുള്ളത് നവോമിയെ വേദനിപ്പിച്ചിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. പക്ഷെ അവിടെ ഒരു മനോഹരമായ വാക്കുണ്ട്, ഇവൾ എന്ത് പറഞ്ഞാലും പോരും. കാരണം അവൾ ഉറച്ചിരിക്കുന്നു എന്നുള്ളത് നവോമിക്ക് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ നിർണയങ്ങളിൽ ഉറപ്പോടുകൂടി ജീവിക്കുവാനായിട്ട് സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതായൊരു കാര്യമാണ്. ഞാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് കേട്ടിട്ടുള്ളതായ ഒരു ദൈവദാസൻ്റെ വാക്കുകൾ ഓർപ്പിക്കുകയാണ്. ആ ദൈവദാസൻ നിത്യതയിലാണ് കേട്ടോ ഇപ്പോൾ. പക്ഷേ അതെന്നെ വളരെ അത്ഭുതപ്പെടുത്തിയതായൊരു കാര്യമാണ്. അദ്ദേഹം അസാധാരണമായൊരു തീരുമാനം മക്കളുടെ വിവാഹത്തിലെടുത്ത ഒരു ആളാണ്. കാരണം മക്കളെ അതിർക്കകത്ത് കല്യാണം കഴിക്കണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വലിയ നിർബന്ധവും തീരുമാനമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? അതിർക്കകത്ത്. അപ്പോൾ അതിരിന് പുറത്തേക്ക് കല്യാണം കഴിക്കാൻ അദ്ദേഹത്തിന് പ്രയാസമായിരുന്നു. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു. അദ്ദേഹത്തെ അറിയാവുന്ന ചിലർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. മനസ്സിലാവുമെങ്കിൽ മനസ്സിലായിക്കോട്ടെ. മൂത്ത മകൾക്കൊരു വിവാഹാലോചന വന്നു. ഈ പെൺകുട്ടിയുടെ അതേ പ്രൊഫഷനുള്ള ഒരാൾ, അതിർക്കകത്തല്ല, എന്തിനാ പച്ചയായി പറയാം, പെന്തക്കോസ്തിൽ നിന്നുള്ളതായൊരു ആലോചനയാണ്. അപ്പോൾ മോളുടെ കല്യാണപ്രായവും കഴിഞ്ഞു വരുന്നു. അപ്പോൾ അറ്റ കൈക്ക് മോള് വന്ന് ഈ അപ്പനോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രൊഫഷനും ഒന്നല്ലേ, ഇത് കഴിക്കുകയല്ലേ നല്ലത്. അദ്ദേഹം വികാരനിർഭരനായിട്ട് ഒരു ബൈബിൾ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അദ്ദേഹം കർത്താവിൻ്റെ അടുക്കിലേക്ക് പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് ഇന്നും ഒരു പ്രചോദനമാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനാകെ വിഷമത്തിലായി, ഞാനിങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്, മോളും ഈ കല്യാണം കഴിക്കാമെന്ന് പറയുന്നു. ഞാൻ ഒത്തിരി പ്രയാസപ്പെട്ടു, പക്ഷേ എൻ്റെ ദൈവത്തെ മുറുകെ പിടിച്ചു. ദൈവം ആ വഴികൾ വളരെ കൃത്യമായിട്ട് തുറന്നു. ആ വിവാഹം വേണ്ട എന്ന് തന്നെ തീരുമാനിച്ചു. ആ മകളും ഭർത്താവും ഇപ്പോഴും വളരെ ക്ഷേമമായിട്ട് സാക്ഷ്യം വഹിച്ച് ജീവിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, വിവാഹ സംബന്ധമായ കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ ചില തീരുമാനങ്ങളിലുമൊക്കെ വചനാധിഷ്ഠിതമായ ഉറച്ച നിർണയങ്ങൾ എടുക്കാനും പാലിക്കാനും സാധിക്കണം. ഞാൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം ഒന്ന് പരാമർശിച്ചാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ മതി. അബ്രഹാമിൻ്റെ തീരുമാനം എന്നാ തീരുമാനമാണ്. ഈ പെൺകുട്ടി ഇങ്ങോട്ട് വരാൻ ഒരുക്കമല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതായ ചോദ്യത്തിന് എന്തുറച്ചാണ് അബ്രഹാം പറയുന്നത്, എൻ്റെ മകനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, എത്ര ഉറച്ച നിർണയത്തോടു കൂടിയാണ് ദൈവഭക്തന്മാർ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ മുൻപോട്ട് പോകുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വചനശുശ്രൂഷയിൽ ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് വിജയകരമായി കുടുംബം പണിയാൻ കഴിയണമെങ്കിൽ വരുന്ന സൗകര്യം പോലെ ജീവിക്കാമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾക്കത് ഒരിക്കലും സാധിക്കുകയില്ല. ദൈവനാമ മഹത്വത്തിന് വേണ്ടി നല്ല നിർണയങ്ങൾ സൂക്ഷിക്കാനുള്ളതായ ആവശ്യകത ഉണ്ട്. ഞാൻ ഇന്നലെ രാത്രി നെഹമ്യാവിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യം പരാമർശിച്ചായിരുന്നു. ഇന്നലെ രാത്രി പറഞ്ഞ് ഇനിയും പറയണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു, ഡേ സ്കോളേഴ്സായിട്ടും കുറച്ച് സഹോദരിമാർ വരുന്നുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ഞാനതങ്ങ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചു. ആത്മീക ഉണർവുണ്ടായപ്പോൾ നല്ല നിർണയങ്ങളെടുത്തു. നിർണയങ്ങൾ എന്നുള്ള വാക്കല്ലല്ലോ, ഞാൻ ഇന്നലെ രാത്രിയിൽ പറഞ്ഞ ആ ഒരു 2 വാക്കുണ്ട്. പങ്കെടുത്തവർക്ക് ആർക്കെങ്കിലും പറയാമോ? ഇതെല്ലാം നിങ്ങളുടെ തലയ്ക്ക് മുകളിലൂടെയാണ് പോയോളൂ. അവർ ദൈവസന്നിധിയിൽ ശപഥവും സത്യവും ചെയ്തു. അപ്പോൾ അതിൽ ഒരു കാര്യം ഞാൻ പരാമർശിച്ചായിരുന്നു, അതും കല്യാണ കാര്യമാണ്. അവിടെയാണല്ലോ
ഒത്തിരി പേര് പെശകി ഒത്തിരി കുടുംബങ്ങൾ തകർന്നു പോകുവാനിടയായിട്ട് തീരുന്നത്. 10-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ പുത്രിമാരെ ദേശത്തെ ജാതികൾക്ക് കൊടുക്കുകയില്ല, ഞങ്ങളുടെ പുത്രന്മാർക്ക് അവരുടെ പുത്രിമാരെ ഭാര്യമാരായിട്ട് എടുക്കുകയുമില്ല. അപ്പോൾ ആരാ തീരുമാനമെടുത്തത്? മാതാപിതാക്കളാണ് തീരുമാനമെടുത്തത്. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത പെൺപിള്ളേരോട് അങ്ങനെ ഓർപ്പിക്കുക, നിങ്ങളാരും പങ്കാളികളെ അന്വേഷിച്ച് നടക്കരുത്. ഇപ്പോൾ അങ്ങനെയൊരു ട്രെൻഡാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവിടെ മാതാപിതാക്കൾ ശക്തമായ തീരുമാനമെടുത്തു. ആത്മീക ഉണർവിൻ്റെ അനുഗ്രഹീതമായ നിർണയമാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞതിൻ്റെ പശ്ചാത്തലം നിങ്ങളുടെ ഓർമ്മയിൽ കാണുമായിരിക്കാം. എസ്ര തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ വിശുദ്ധ സന്തതി ദേശനിവാസികളോട് ഇടകലർന്നു പോയല്ലോ എന്നുള്ളത് ആ ദൈവദാസൻ്റെ വലിയ ഭാരമായിരുന്നു. പക്ഷെ തുടർമാനമായിട്ട് അവരോട് പ്രാർത്ഥനയോടെ വചനം പറഞ്ഞു. ഇപ്പോൾ ആ ജനമെല്ലാം ഏകകണ്ഠമായിട്ട് ഒരു നിർണയത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീർന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. നെഹമ്യാ ദിവസം 10-ാം അധ്യായം വായിച്ചാൽ വ്യക്തിപരമായ നിർണയങ്ങൾ, കുടുംബമായ നിർണയങ്ങൾ, സഭയായിട്ടുള്ള നിർണയങ്ങൾ, ഇതെല്ലാം ആ അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ അധ്യായം വായിക്കാനും പഠിക്കാനും സാധിക്കുന്നത് നല്ല നിർണയങ്ങളോടെ വിശ്വാസ ജീവിതം നയിക്കുന്നതിന് മുഖാന്തരമായിട്ട് തീരുന്നതാണ്. ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അപ്പോൾ രൂത്ത് ഉറച്ച നിർണയങ്ങൾ എടുത്ത് അത് പ്രായോഗികമാക്കിയാണ് വീട് പണിയുവാൻ ഇടയായിട്ട് തീർന്നത് എന്നുള്ളത് നാം കാണുകയാണ്. ഞാനിവിടെ ഈ കുടുംബത്തിൽ നിന്നൊരല്പം ഒന്ന് മാറുകയാണ്. 2 വാക്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ടുള്ളതായൊരു പ്രേരണ ഇന്ന് രാവിലെ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്നപ്പോൾ ഉണ്ടായി എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കെല്ലാം വളരെ സുപരിതരായ വ്യക്തികളെക്കുറിച്ച് പറയുന്ന 2 റെഫറൻസുകൾ പറയാം. വാക്യം വായിക്കേണ്ട ആവശ്യമില്ല. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഈ ക്യാമ്പിൽ വന്നുള്ള എല്ലാവർക്കും അറിയാവുന്നൊരു നിർണയം. ആരുടെ നിർണയമാണ്? ദാനിയേലിൻ്റെ നിർണയം. യെരുശലേമിലല്ല കേട്ടോ, ബാബേലിലാണ്. അവർ സ്വതന്ത്രരല്ല, പ്രവാസികളാണ്. പക്ഷേ അവിടെ ആ ബാലൻ, ഒരു ടീനേജറായിരിക്കുന്ന ആ ബാലൻ എടുത്ത ശക്തമായ നിർണയം നമ്മൾ കാണുകയാണ്. എനിക്ക് വേദപുസ്തകത്തിലെ വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ് ദാനിയേൽ. ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ പറയുന്നില്ല, എങ്കിലും വളരെ ഇഷ്ടപ്പെടാനുള്ളൊരു കാരണം, ഞാൻ ടീനേജ് പ്രായത്തിലാണ് ദാനിയേലിനെ കുറിച്ചുള്ളതായ ചില പാഠങ്ങൾ പഠിക്കാനിടയായിട്ട് തീർന്നത്. അന്ന് എനിക്ക് എന്തു പ്രചോദനം തന്നൊരു ജീവിതമായിരുന്നു അത് എന്നറിയാമോ? കാരണം അന്നത്തെ ആത്മീക അന്തരീക്ഷത്തിലേക്ക് പൊതുവെ നോക്കിയാൽ വല്ലാത്ത ഇരുട്ടാണ്. അവരുടെ വിഗ്രഹാരാധനയും അവരുടെ ശബദലംഘനത്തെയും ഒക്കെ ശിക്ഷിച്ച് ദൈവം ഇസ്രായേലിനെ പ്രവാസികളാക്കി കൊണ്ടുവന്നിരിക്കുകയാണ്, ബാബേലിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. എന്തോ ഒരു വേദനാജനകമായിട്ടുള്ളതായ കാര്യം. അതിനിടയിൽ ഏറ്റവും വലിയൊരു ദുരന്തം സംഭവിച്ചു. ദാനിയേൽ 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ കാണുന്ന യഹോവയാക്കീം ചെയ്തൊരു കടുങ്കൈ യിരെമ്യാ പ്രവചനം 36-ാം അധ്യായത്തിൽ വിശദമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. യഹോവയുടെ പ്രവാചകനായ യിരെമ്യാവ് മുഖാന്തരം ഉണ്ടായ അരുളപ്പാട് എഴുതിയ ചുരുൾ കത്തി കൊണ്ട് കണ്ടിച്ച് ഞെരിപ്പോട്ടിലെ തീയിലിട്ട് ചുട്ടുകളഞ്ഞു. യഹൂദയിലെ 1-ാമത്തെ പൗരൻ രാജാവ് ചെയ്ത പണിയാണ് യിരെമ്യാവ് 36-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇതൊക്കെ അറിയാത്ത ആളാണോ ദാനിയേൽ? ഇനി ഈ കാലത്ത് വചനം പ്രമാണിക്കാനൊക്കെ തീരുമാനമെടുത്തിട്ട് എന്താ പ്രയോജനം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പിശാച് അങ്ങനെ നമ്മെ വഴിതെറ്റിക്കാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷേ ആത്മീക നേതൃത്വത്തിൽ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഇത്രയും ഗുരുതരമായ തെറ്റിൽ നിൽക്കുമ്പോൾ ഈ ബാലൻ തീരുമാനിക്കുകയാണ്, ഞാൻ രാജാവിൻ്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും എന്നെ തന്നെ അശുദ്ധമാക്കുകയില്ല.
എന്താ അതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ പല കാരണങ്ങളുണ്ട്. നമ്മളൊക്കെ വളരെ വിശദമായി പ്രസംഗിക്കുന്ന ഭാഗമല്ലേ അത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. നെബൂഖദ്നേസറിന് ഏത് ആഹാരവും കഴിക്കാം. ചിലപ്പോൾ പന്നിയിറച്ചിയായിരിക്കും നെബൂഖദ്നേസറിന് കൂടുതൽ ഇഷ്ടം. പക്ഷേ ദാനിയേലിന് അത് കഴിക്കാൻ പറ്റുകയില്ല. അപ്പം രാജാവിൻ്റെ ഭോജനം ബാബേലിൻ്റെ വീക്ഷണത്തിൽ നല്ലതാണെങ്കിലും അത് ദാനിയേലിനെ സംബന്ധിച്ചിടത്തോളം തന്നെ മലിനമാക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഞാനിവിടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, രാജാവ് വചനം കത്തിക്കുന്ന കാലത്ത് ദൈവവചനത്തിൻ്റെ സൂക്ഷ്മാംശങ്ങൾ ജീവൻ വില കൊടുത്ത് പാലിക്കാനായിട്ട് ഒരു ബാലൻ തീരുമാനമെടുക്കുകയാണ്. ദൈവം അവനെ ആദരിച്ചു. ബാബേലിൽ എന്തോ ഒരു സംരക്ഷണമാണ് ദാനിയേൽ അനുഭവിച്ചത്. അവിടെ തനിക്ക് ലഭിക്കാവുന്ന എല്ലാ ഉയർച്ചയും ദൈവം സമ്മാനിച്ചു. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, ഉറച്ച നിർണയങ്ങൾ അത് എത്രയോ വലിയ നന്മയ്ക്ക് കാരണമാകും. ചില നല്ല നിർണയങ്ങൾ എടുത്ത ആളുകൾ ഇവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആദരിക്കപ്പെടും. സ്തേഫാനോസ് സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ആരാണ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുന്നത്? കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുക. കർത്താവ് എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചാൽ കർത്താവ് എഴുന്നേറ്റാൽ പിന്നെ വേറെ ആരെങ്കിലും അവിടെ ഇരിക്കുമോ? സ്വർഗം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് ആ ജയാളിയെ സ്വീകരിക്കുവാൻ ഇടയായിട്ട് തീർന്നു. നല്ല നിർണയങ്ങൾ നിത്യതയെ ശോഭനമാക്കുവാൻ ഇടയായിട്ട് തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ദൈവത്തിന് വേണ്ടിയും ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടിയും ഉറച്ച നിർണയങ്ങളോടെ ജീവിക്കാനുള്ള പ്രചോദനമാണ് ദൈവാത്മാവ് നൽകുന്നത്. നമ്മൾ വീട്ടിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളതായ ഒരു ദൈവഭക്തൻ്റെ നിർണയം ഉണ്ടല്ലോ. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഞാനതിൻ്റെ പശ്ചാത്തലത്തിന് ഒരു വാചകം ഒന്ന് പറയാം. നമ്മൾ ആ 15-ാം വാക്യത്തിൻ്റെ ഒടുവിലത്തെ ഭാഗമാണ് എഴുതി വയ്ക്കാറുള്ളത്. 15-ാം വാക്യത്തിൻ്റെ തുടക്കത്തിൽ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് വായിച്ച് കേൾക്കാം. യോശുവ 24-ന്റെ 15-ാമത്തെ വാക്യം. അപ്പോൾ അവിടെ ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്നുള്ള നിർണയം ആ ദൈവഭക്തൻ വെളിപ്പെടുത്തുമ്പോൾ താൻ നേതൃത്വം കൊടുത്ത് കൊണ്ടുവന്നതായ ജനം യഹോവയുടെ സേവനത്തിൽ നിന്ന് വ്യതിചലിച്ചേക്കുമോ എന്നുള്ളതായ വല്ലാത്ത ആശങ്കയിൽ നിൽക്കുമ്പോഴാണ് ഈ നിർണയം പ്രഖ്യാപിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവിടെ ഞാൻ ഓർപ്പിക്കുന്നൊരു കാര്യം, ചുറ്റുപാടുകളിലേക്കും നോക്കിയാൽ പലരും വ്യതിചലിക്കാനുള്ള വക്കത്ത് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിയാൽ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊരു തീരുമാനമെടുക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാൻ ഒറ്റപ്പെടുമല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോകാനുള്ളതായ സാധ്യതയുണ്ട്. പക്ഷെ യോശുവ ഈ സാഹചര്യമെല്ലാം വിശദീകരിച്ചിട്ട് പറയുകയാണ്, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. യോശുവയോട് കൂടെ എത്ര പേരുണ്ടായിരുന്നു എന്നെനിക്കറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾ തുടർന്നുള്ള വാക്യങ്ങൾ വായിച്ചാൽ ഈ ജനം ഒന്നടങ്കം 3 പ്രാവശ്യം പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളും യഹോവയെ സേവിക്കും. ഇതിലൊടുവിൽ പറയുമ്പോൾ അവർ പറയുന്നത് സേവിക്കുന്നു മാത്രമല്ല, അവൻ്റെ വചനം ഞങ്ങൾ പ്രമാണിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല നിർണയം യോശുവ എടുത്തു എന്നുള്ളത് കൊണ്ട്, അത് പറയേണ്ട സമയത്ത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, തെറ്റിലേക്ക് വഴുതാൻ പാകത്തിൽ നിന്ന ആ ജനം ശരിയിലേക്ക്
യഥാസ്ഥാനപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. എനിക്കും നിങ്ങൾക്കും നല്ല നിർണയങ്ങൾ എടുത്ത് ജീവിക്കാനായിട്ട് സാധിച്ചാൽ അത് നമ്മെ രക്ഷിക്കും എന്നുള്ളത് മാത്രമല്ല, മറ്റനേകരെ രക്ഷിക്കും. തിമോഥെയോസിനോട് പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ടല്ലോ, നീ നിന്നെയും പിന്നെ നിൻ്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വലിയ ഉൾക്കാഴ്ച സൂക്ഷിക്കാം. ഈ നിർണയം പ്രഖ്യാപിക്കുമ്പോൾ യോശുവയ്ക്ക് എന്ത് പ്രായമുണ്ട്? കണ്ടുപിടിക്കാൻ പറ്റുമോ? യോശുവ 110 വയസ്സുള്ളവനായിട്ടാണ് മരിച്ചത്. അപ്പം മരണത്തോടെ ഏകദേശം അടുത്ത സമയത്താണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഞാൻ ഓർപ്പിക്കുക, നല്ല നിർണയങ്ങൾ എടുക്കാനായിട്ട് ഒരു പ്രേരണ ദൈവാത്മാവ് തന്ന ഈ വയസ്സുകാലത്ത് ഇനി ഞാൻ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് എന്താ പ്രയോജനം എന്ന് നിങ്ങൾ ആരും വിചാരിക്കരുത്. കാരണം നല്ല നിർണയങ്ങൾ എടുത്ത് നിങ്ങൾ ഒരു ദിവസമേ ജീവിച്ചുള്ളൂ എന്നിരിക്കലും ദൈവമഹത്വത്തിന് വേണ്ടി എടുത്ത നല്ല തീരുമാനങ്ങളുടെ മഹത്വം നിത്യതയിൽ വെളിപ്പെടുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മുമ്പോട്ട് പോകട്ടെ. രൂത്ത് അസാധാരണമായ പ്രതികൂലമായ സാഹചര്യത്തിൽ അവളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നു എന്നുള്ളത് നമുക്ക് ഒരു മനോഹരമായ മാതൃകയാണ്. രൂത്തിനോട് ചേർന്ന് എത്രയോ ഭക്തന്മാരെ നമുക്ക് ഈ വഴിയിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വചനാധിഷ്ഠിതമായിട്ടുള്ളതായ നല്ല തീരുമാനങ്ങൾ ചെയ്ത് ജീവിക്കേണ്ടതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. വചനത്തിലില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കാനും സൂക്ഷിക്കണം. ഞങ്ങൾ ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിലൂടെ കടന്നു പോയപ്പോൾ ഒരു ന്യായാധിപൻ എടുത്തിയ ഒരു തീരുമാനം പിന്നെ എന്ത് സങ്കടകരമായി പോയി. ആരാ? ഇഫ്താഹ്. ആരും ദൈവം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു തീരുമാനം എടുക്കാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദൈവം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ദൈവത്തിൻ്റെ വചനാധിഷ്ഠിതമായ കാര്യങ്ങളിലുമാണ് നമ്മൾ ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത്. വചനം വിട്ട് അങ്ങനെയുള്ളതായ തീരുമാനങ്ങൾ പക്വതയില്ലാതെ എടുക്കുന്നത് പിന്നീട് ദുഃഖിക്കാൻ കാരണമാകും. ഞാൻ സാന്ദർഭികമായിട്ടത് ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും വെളിപ്പെടുത്തപ്പെട്ട തിരുവെഴുത്തുകൾക്ക് അടിസ്ഥാനമായ നിലയിൽ നല്ല തീരുമാനങ്ങളെടുത്ത് ഉറച്ച തീരുമാനങ്ങളെടുത്ത് ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നായസാഹിബ് ഒരു പാട്ട് നമ്മൾ പാടാറില്ല, ഇനി പാട്ട് പാടുന്നില്ല കേട്ടോ. ഉറപ്പിക്കന്നയൻ നാഥ. നായർ സാഹിബ് എഴുതിയ പാട്ടിനെക്കുറിച്ച് ഇവിടെ പറയാൻ എന്തൊരു സന്തോഷമുള്ളതായൊരു കാര്യമാണ്. കാരണം പ്രിയപ്പെട്ട ആ ദൈവദാസൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്. എന്നെ ഉറപ്പിക്കണം. കാരണം നമ്മെ ഇളക്കാനായിട്ടുള്ളതായ ശക്തികൾ ധാരാളം ഉണ്ട്. നിർണയങ്ങളൊന്നും കൂടാതെ അലസമായി ജീവിക്കാനുള്ളതായ വലിയ സാധ്യതയുണ്ട്. അതിനുവേണ്ടി പിൻപിൽ നിൽക്കാനായിട്ട് ആളുകളും ഉണ്ടാകാം. പക്ഷേ നല്ല ഉറച്ച നിർണയത്തോടെ ജീവിക്കാം. നമ്മളുടെ ഉറച്ച നിർണയങ്ങളെല്ലാം നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നതായ നമ്മുടെ കർത്താവാണ് നിയന്ത്രിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ചയോട് കൂടി ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ചിലരൊക്കെ ആണ്ടവസാന യോഗമൊക്കെ ഉള്ളിടത്ത് പറയാറുണ്ട്, ഞാനങ്ങനെ വലിയ തീരുമാനങ്ങളൊന്നും എടുക്കുന്നില്ല, വരുന്ന സൗകര്യം പോലെ ജീവിക്കാമെന്നാണ് തീരുമാനിക്കുന്നത്. അതിനിടയ്ക്ക് പറയുകയും ചെയ്യും, ഈ തീരുമാനങ്ങളെടുത്ത് ലംഘിക്കുന്നതിനേക്കാൾ നല്ലത് തീരുമാനം എടുക്കാതിരിക്കുന്നതല്ലേ. കേട്ടാൽ വളരെ ഭംഗിയായിട്ട് തോന്നും, പക്ഷെ നല്ല പിശാചിൻ്റെ ആലോചനയാണത്. കാരണം നിർണയങ്ങൾ എടുക്കാതെ, നല്ല തീരുമാനങ്ങൾ എടുക്കാതെ ആർക്കും വിജയകരമായി പോകാൻ പറ്റുകയില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണല്ലോ നമ്മൾ ആദ്യം എടുത്തത്. എന്താ? യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായിട്ട് തീരുമാനിച്ചു. നല്ലൊരു തീരുമാനത്തിലാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം ആരംഭിച്ചത്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ചയും നല്ല നല്ല തീരുമാനങ്ങളുടെ
പ്രായോഗികതയിലാണ്. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ കാര്യങ്ങളിൽ തീരുമാനം എടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥനാപൂർവം ചിന്തിച്ച് നല്ല തീരുമാനങ്ങൾ എടുത്ത് ആ തീരുമാനം നിങ്ങളുടെ മക്കളോടും പങ്കിട്ട് വളരെ ദൈവാശ്രയത്തിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചാൽ ദൈവമഹത്വത്തിനു വേണ്ടി നിങ്ങളുടെ കുടുംബങ്ങളെ പണിതെടുക്കാനായിട്ട് സാധിക്കും. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. മൂന്നാമത്തെ പ്രത്യേകതയിലേക്ക് ഞാൻ വരട്ടെ. സ്നേഹവും ദയയും വീട്ടിൽ വിതച്ച് വീട് പണിതയാളാണ് രൂത്ത്. ഈ രൂത്തിൻ്റെ പുസ്തകത്തിൻ്റെ മനോഹാരിത ഒരർത്ഥത്തിൽ ഈ മേഖലയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എന്തോ ഒരു മനോഹരമായ ബന്ധമായിരുന്നു ആ ചെറിയ വീട്ടിൽ നാം കാണുന്നത്. അവരാകെ 2 വിധവമാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇപ്പോൾ പോയി. ഇപ്പോൾ തിരിച്ച് ബെത്ലഹേമിൽ വന്നിരിക്കുകയാണ്. പക്ഷേ ആ ബെത്ലഹേമിൽ വന്നിട്ടും അവർ കൊടുത്തതായ സാക്ഷ്യം എത്രയോ മനോഹരമായിട്ടുള്ള സാക്ഷ്യമാണ്. ഈ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും മോശമാകാൻ സാധ്യതയുള്ളതായ ബന്ധം ഏതാണെന്നാണ് പൊതുവെ പറയുന്നത്, അല്ലേ? അമ്മാവിയമ്മ മരുമകൾ ബന്ധമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ 2 വാക്കുകൾക്ക് പോലും അതിൻ്റെ ഭംഗി എങ്ങനെയോ നഷ്ടപ്പെട്ടു പോകുവാൻ ഇടയായിട്ട് തീരും. പക്ഷെ ഇവിടെ ഒരു അമ്മാവിയമ്മയും മരുമകളെയും കാണും. എന്തൊരു മനോഹരമായ ബന്ധമാണ് ഇവർ സൂക്ഷിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ നമുക്ക് ഉൾക്കൊള്ളാവുന്നൊരു പ്രചോദനമുണ്ട്. ഏതു ബന്ധങ്ങളും നന്നായി സൂക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആശയത്തിൻ്റെ ഒടുവിൽ പറയണമെന്ന് വിചാരിച്ചിരുന്നൊരു വാക്യമാണെങ്കിലും അത് ഞാൻ ഇപ്പോൾ തന്നെ അങ്ങ് പറയുകയാണ്. അത് കുറിച്ചിട്ട് ഞാനിങ്ങോട്ട് വന്നത്. അതുകൊണ്ട് പറയാനൊരു ഭയങ്കര സമ്മർദ്ദം എൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ട്. ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിൽ വിശുദ്ധ ജീവിതത്തിന് ദൈവം ഒരു ശക്തമായ ആഹ്വാനം നൽകുന്നുണ്ട്. 2-ാമത്തെ വാക്യത്തിലാണ് കാണുന്നത്. ലേവ്യ പുസ്തകത്തിൽ വേറെ പല സ്ഥലത്തും ഇത് ആവർത്തിക്കുന്നുണ്ട്. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പം അത് പല മേഖലയിൽ പറയുന്നുണ്ട്. അത് പിന്നെ നോക്കിയാൽ മതി. നിങ്ങൾ ഈ വാചകം പറഞ്ഞിട്ട് അവർക്കുള്ളൊരു ഭോജന നിയമം കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല. അപ്പോൾ ആ നിയമങ്ങൾ കൊടുക്കുമ്പോഴും അതിൻ്റെ പിമ്പിൽ ഈ ആഹ്വാനം കൊടുക്കുന്നുണ്ട്. 19-ാം അധ്യായത്തിലെ 2-ാമത്തെ വാക്യത്തിൽ ഈ ആഹ്വാനം കൊടുത്തിട്ട് 3-ാമത്തെ വാക്യത്തിൽ വേറൊരു മേഖല പറയുകയാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് വായിക്കുമ്പോൾ എനിക്ക് ഒരു വൈപരീത്യം പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾക്കാർക്കെങ്കിലും തോന്നുമെന്ന് അറിയട്ടെ. 19-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളൊന്ന് ചേർത്ത് വായിച്ച്. ലേവ്യ 19-ന്റെ 2-3 വാക്യങ്ങൾ. അവിടെ പറയുന്നതായ കാര്യം, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അപ്പോൾ എന്നിട്ട് 3-ാം വാക്യം തുടങ്ങുമ്പോൾ പറയുക, ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. അപ്പം ആദ്യം ആരുടെ പേരാ പറഞ്ഞേക്കണേ? അവിടെ അമ്മയുടെ പേര് പറഞ്ഞേക്കാം. അതിൻ്റെ കാരണം അമ്മമാർക്കെല്ലാം അറിയാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വീട്ടിൽ പൊതുവെ അപ്പനോടുള്ളൊരു ഭയം അമ്മയോട് ഉണ്ടാകാറില്ലാത്തത് കൊണ്ടാണോ ദൈവാത്മാവ് അങ്ങനെ രേഖപ്പെടുത്തിയത് എന്നെനിക്കറിയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്ന് ആഹ്വാനം നൽകിയിട്ട് കുടുംബത്തിലെ വളരെ പ്രധാനപ്പെട്ട ഈ ബന്ധം വിശുദ്ധമായി സൂക്ഷിക്കാനുള്ള ആഹ്വാനം നൽകുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, വിശുദ്ധ ജീവിതം ചിലതൊക്കെ കഴിക്കാതിരിക്കുന്നതല്ല, വിശുദ്ധ ജീവിതം ചിലതൊക്കെ കാണാതിരിക്കുന്നതല്ല.
ഞാനീ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഒരു ചെറിയ കുറവുണ്ട് കേട്ടോ. ചിലതൊക്കെ കഴിക്കാതിരിക്കുന്നതും വിശുദ്ധ ജീവിതത്തിൽ പെടും, ചിലതൊക്കെ കാണാതിരിക്കുന്നതും വിശുദ്ധ ജീവിതത്തിൽ പെടും, ചിലതൊക്കെ കേൾക്കാതിരിക്കുന്നതും വിശുദ്ധ ജീവിതത്തിൽ പെടും. അത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതായൊരു കാര്യമാണ്. പക്ഷെ ഇവിടെ വ്യത്യസ്തമായൊരു മേഖലയെക്കുറിച്ച് പറയുകയാണ്. ഓരോരുത്തൻ താൻ്റെ അമ്മയെയും അപ്പനെയും ഭയപ്പെടണം. അപ്പോൾ നമ്മുടെ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ വിശുദ്ധമായി സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്തണം. നിങ്ങൾ ഈ ക്യാമ്പിൽ പഠിക്കുന്ന പാഠത്തിൽ ഇതിൻ്റെ ഒരു സൂചന തന്നിട്ടുണ്ട്. നിങ്ങൾ അവിടം വരെ എത്തിയോന്ന് എനിക്കറിയാൻ പാടില്ല. മാളികമുറിയുടെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞൊരു കാര്യം ത്തിൽ നിന്നൊരു വിശദീകരണം പറഞ്ഞിട്ടുണ്ട്. നാം അനുഭവിക്കുന്ന സ്നേഹം കത്തെക്കുറിച്ച് കർത്താവ് പറയുകയാണ്, പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് വലിയ സ്നേഹമാണ് അനുഭവിക്കുന്നത്. സ്നേഹത്തെക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇതൊന്ന് ചേർത്ത് പറയുകയാണ്. നാം അനുഭവിക്കുന്ന സ്നേഹം എത്രയോ വലിയ സ്നേഹമാണ്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ, 1 യോഹന്നാൻ 3:1, കാൺമിൻ നാം ദൈവമക്കളിൽ നിന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അപ്പോൾ നാം അനുഭവിക്കുന്ന സ്നേഹം വലിയ സ്നേഹമാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെയാണ് നിങ്ങളെ സ്നേഹിക്കുന്നതെന്ന് ഈ 11 ശിഷ്യന്മാരോട് പറയുകയാണ്. എന്നിട്ട് അതിൻ്റെ 12ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. അപ്പോൾ പിതാവ് പുത്രനെ സ്നേഹിക്കുന്ന പോലെ പുത്രൻ നമ്മെ സ്നേഹിക്കുക. എന്നിട്ട് നമ്മോട് കൽപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. എൻ്റെ വിശദീകരണം ഞാൻ ഒത്തിരി പറയുന്നില്ല, ക്ലാസ്സിൽ അത് വിശദീകരിക്കാനുള്ളത് ആകമുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയുന്നത്, ദൈവിക തൃത്വത്തിൽ പിതാവും പുത്രനുമായിട്ടുള്ള ബന്ധം പ്രതിഫലിക്കാവുന്ന 2 സ്ഥാനങ്ങളാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ കുടുംബം. പ്രിയപ്പെട്ടവരെ, ഈ കുടുംബം എന്തൊരു മഹത്തരമായൊരു സ്ഥാപനമാണ്. അപ്പോൾ നമ്മെ കർത്താവ് സ്നേഹിച്ച ആ സ്നേഹത്തിൻ്റെ അളവുകോലനുസരിച്ച് കുടുംബത്തിനകത്ത് നമുക്ക് സ്നേഹം വിതയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ള വലിയ സത്യം നമ്മൾ കാണുകയാണ്. 2ാമത്തെ മേഖല കൂടിയാണെന്ന് പറയട്ടെ. യോഹന്നാൻ 13:34 ഇത് തന്നെ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. ഇത് നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സഭയിൽ പ്രായോഗികമാകേണ്ടതല്ലേ? അപ്പോൾ കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ സഭയിൽ അന്യോന്യം സ്നേഹിക്കുവാൻ ഇടയായിട്ട് തീർന്നാൽ ദൈവീക തൃത്വത്തിലെ സ്നേഹവും ഐക്യതയും നമ്മുടെ സഭകളിൽ വിളങ്ങുവാൻ ഇടയായിട്ട് തീരും. അപ്പോൾ ഞാനിവിടെ ഓർപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതായ കാര്യം, നമുക്ക് നമ്മുടെ വിശുദ്ധ ജീവിതം ബന്ധങ്ങളിൽ ശരിയായി സൂക്ഷിക്കുന്നു എന്നുള്ളത് പരമാർത്ഥതയോടെ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കണം. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിനകത്തുള്ളതായ ബന്ധങ്ങൾ ഏറ്റവും ശരിയായി പണിയുന്നു എന്നുള്ളത് ഉറപ്പാക്കാം. ഞാനിതിൽ 2 സൽഗുണം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് രൂത്തിൻ്റെ പുസ്തകത്തിലുള്ളതാണ്. അത് ഞാൻ ഒത്തിരി വിശദീകരിക്കേണ്ട എന്ന് കരുതുകയാണ്. ഈ നവോമി തന്നെ ഈ രൂത്തിൽ നിന്നും ഓർപ്പയിൽ നിന്നും അനുഭവിച്ചതായ ദയയെക്കുറിച്ച് 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മരിച്ചവരോടും എന്നോടും നിങ്ങൾ ചെയ്തതുപോലെ യഹോവ നിങ്ങളോടും ദയ ചെയ്യുമാറാകട്ടെ. നവോമിയുടെ ഒരു ക്വാളിറ്റിയാണിത്. ഈ മരുമക്കൾ കൊടുത്ത് അവളോട് കാണിച്ച ദയ എന്ത് സന്തോഷത്തോടു കൂടിയാണ് നവോമി സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് മക്കളിൽ നിന്നോ മരുമക്കളിൽ നിന്നൊക്കെയുള്ളതായ സ്നേഹവും ദയയും ഒക്കെ അനുഭവിക്കുമ്പോൾ അതൊന്ന് പറയാൻ പിശുക്ക് കാണിക്കണ്ട. കാരണം
അതൊന്ന് പറയുന്നത് കുടുംബ ബന്ധങ്ങളെ ആസ്വാദ്യമാക്കുവാൻ ഇടയായിട്ട് തീരും. ചിലരൊക്കെ വിചാരിക്കും ഇതൊക്കെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ അതെല്ലാം തകർന്നു പോകും എന്നൊരു ധാരണ എങ്ങനെയോ നമ്മുടെ മനസ്സിൽ കയറിക്കൂടാനിടയായിട്ട് തീർന്നിട്ടുണ്ട്. നവോമിയുടെ വാക്കുകൾ എത്ര മനോഹരമായിട്ടുള്ളതായ വാക്കുകളാണ്. 2-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, ഞാൻ സമയം ലാഭിക്കാൻ ഞാനങ്ങ് പറയുകയാണ് കേട്ടോ. നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ഇതാരാ പറയുന്നത്? രൂത്ത് പറയുക. രൂത്തിനോട് ബോവസ് ഏറെ ദയയോടെ വർത്തിക്കുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അത് രൂത്ത് വെളിപ്പെടുത്തുകയാണ്. പിന്നെ 13-ാമത്തെ വാക്യത്തിൽ വരികയും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ ഓർപ്പിക്കട്ടെ, അവൾ ഈ ബോവസിൻ്റെ വയലിൽ അനുഭവിച്ചതായ ദയ അവൾക്ക് പോലും അതിശയമാണ്. ഇനി ഞാനൊരു വലിയ സത്യം പറയാൻ പോവുകയാണ്. മോവാബിലെ ആ കൊച്ചു വീടിനുള്ളിൽ അവൾ ദയ വിതച്ചെങ്കിൽ ഇപ്പോൾ ബോവസിൻ്റെ വിശാലമായ വയലിൽ ആ ദയ അവൾ അനേകം മടങ്ങായിട്ട് കൊയ്യുകയാണ്. ഈ മോവാബിൻ്റെ കൊച്ചു വീടിനുള്ളിൽ അവൾ ദയ വിതച്ചപ്പോൾ ഇത് ആര് കാണാനാണ് എന്നവൾ വിചാരിച്ചില്ല. പക്ഷെ അവൾക്കറിയാമായിരുന്നു ഇവിടെ ആരും കാണാനില്ലെങ്കിലും ആര് കാണും? അവളുടെ ദൈവം കാണും. അവളൊരു പുതിയ ദൈവത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അവൾ മനസ്സിലാക്കി, എൻ്റെ ദൈവം ഇതെല്ലാം കൃത്യമായി കാണും. നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ആ ദൈവത്തിൻ്റെ നാമത്തിൽ എന്ത് ചെയ്താലും നമ്മുടെ ദൈവം നിശ്ചയമായിട്ടും പ്രതിഫലം നൽകും. എബ്രായർ 6-ന്റെ 10-ാമത്തെ വാക്യം ഞാൻ നോട്ടി കുറിച്ചിട്ടില്ല, പക്ഷേ പറയാനൊരു പ്രേരണ. ആരെങ്കിലും ഒന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അപ്പോൾ ദൈവം തൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. നമ്മുടെ ദൈവം നീതിമാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ സാധാരണ ഓർക്കാറുണ്ടല്ലോ, ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. അതുകൊണ്ട് രൂത്ത് വളരെ അപരിചിതമായ സാഹചര്യത്തിൽ മോവാബിൽ വെച്ച് അവിടെ ദയ വിതയ്ക്കാനിടയായി തീർന്നത് പല മടങ്ങ് അവൾ ബെത്ലഹേമിൽ കൊയ്തു എന്നുള്ളത് നാം കാണുകയാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് പുറപ്പെട്ടതായ ആ സൗന്ദര്യവും മനോഹാരിതയും എത്രയോ വ്യക്തമായിട്ട് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞോട്ടെ. 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ആ ദയ അനുഭവിച്ച അനുഭവസ്ഥയായ നവോമിയുടെ സാക്ഷ്യമാണ് വായിക്കുന്നത്. 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇവളുടെ ദയയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് ബോവസാണ്. ആ വാക്കുകൾ എത്ര മനോഹരമാണ്. നിൻ്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മാവിയമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അപ്പോൾ ഇവൾ ആ വീട്ടിൽ വിതച്ചതായ ദയ, അതിനെക്കുറിച്ച് ഇങ്ങ് ബെത്ലഹേമിൽ പാർത്തിരുന്ന
ബോവസ് ഇപ്പോൾ പ്രശംസയായിട്ട് പറയുന്നു എന്നുള്ളത് നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനകത്ത് സ്നേഹവും ദയയും വിതയ്ക്കാനായിട്ട് സാധിച്ചാൽ അത് ആ വീട്ടിലുള്ളവർ ആസ്വദിക്കും എന്നുള്ളത് മാത്രമല്ല, പിന്നെയോ നിങ്ങളുടെ അയൽവക്കത്തുള്ളവർ ആസ്വദിക്കും. ചിലപ്പോൾ അങ്ങ് ദൂരെ ബെത്ലഹേമിലുള്ളവരും അതിൻ്റെ സൗരഭ്യം ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീരും. ഇനി അയൽക്കാരുടെ സാക്ഷ്യം നമ്മൾ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നുണ്ട്. ആ വാക്യം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയം കാണും എന്ന് വിചാരിക്കുകയാണ്. നിങ്ങളെല്ലാവരും മനപ്പാഠം പഠിക്കാൻ ഈ വാക്യം ഇട്ടിട്ടുണ്ടോ എന്ന് ഞാൻ ഓർക്കണില്ല. മനപ്പാഠം പഠിച്ചിരുന്നാൽ നല്ലതാണ്. 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അപ്പോൾ അവിടെ രൂത്ത് നൽകിയ സ്നേഹത്തിൻ്റെ സാക്ഷ്യമാണ് പറയുന്നത്. സാക്ഷ്യം പറയുന്നത് ആരാണെന്ന് അറിയാമല്ലോ അല്ലേ? അയൽക്കാരായ സ്ത്രീകൾ ഓബേദ് ജനിക്കുമ്പോൾ വന്ന് എത്ര മനോഹരമായ സാക്ഷ്യമാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് രൂത്ത് വിതച്ച സ്നേഹത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. രൂത്തിനെ കുറിച്ച് അവർ പറയുന്ന കാര്യം എന്താണ്? നിന്നെ സ്നേഹിക്കുന്നവളാണ് അവൾ. എന്ത് നല്ല സാക്ഷ്യമാണ് ഈ സഹോദരിമാർ പുതുതായി അവിടെ താമസിക്കാൻ വന്നതായ ആ വീടിനെക്കുറിച്ച് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ 7 പുത്രന്മാരെക്കാൾ, അടുത്ത വാക്ക് അതിൻ്റെ ഗ്രാമർ തെറ്റിപ്പോയി വായിച്ചപ്പോൾ, ഉത്തമയായിരിക്കുന്ന മരുമകൾ. അപ്പോൾ അവളെക്കുറിച്ച് അവളുടെ അയൽക്കാർക്ക് പറയാനുള്ള സാക്ഷ്യം എത്രയോ മനോഹരമായിട്ടുള്ള സാക്ഷ്യമാണ്. ഇവിടെ ഞാനൊരു ചെറിയ ദൂത് പറയണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ഈ അയൽക്കാരികളായ സ്ത്രീകൾ ഈ കുഞ്ഞിനെ കാണാൻ വന്നതായിരിക്കും. അപ്പം വന്നപ്പോൾ നവോമി കുഞ്ഞിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്ന ഈ കാര്യം, അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിങ്കൽ പോഷകനും ആയിരിക്കും. ഇത് രൂത്തിന് അവളുടെ വാർദ്ധക്യത്തിൽ പോഷകനായിരിക്കും എന്നാണോ പറഞ്ഞത്? അല്ല, രൂത്തിനായിരിക്കും എന്നല്ല പറഞ്ഞത്. പിന്നെ നവോമിക്കായിരിക്കും, നവോമിക്ക് ആയിരിക്കും. ഇതാരെക്കുറിച്ച്? അവൻ ആരാ? ഓബേദ്. ഒരു കൈക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് നവോമി ഇരിക്കുക. അപ്പോൾ ഈ അയൽക്കാരായ സ്ത്രീകൾ വന്ന് പറയുകയാണ്, ഇവൻ നിനക്ക് വാർദ്ധക്യത്തിൽ പോഷകനായിരിക്കും, നിനക്ക് ആശ്വാസകൻ ആയിരിക്കും. അവരുടെ കയ്യിൽ അത് പറയാൻ ഒരു ന്യായമുണ്ട്. ഈ കുഞ്ഞ് ജനിച്ചിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മൾ പിള്ളേരെയൊക്കെ വളർത്തി അവരൊക്കെ പ്രായത്തിലേക്ക് വന്നാലും പല മാതാപിതാക്കൾക്ക് കോൺഫിഡൻസ് ഇല്ല. ഇവർ നമ്മളെ നോക്കുമോ, ഇനി എല്ലാം വിദേശത്തേക്കും പറക്കുമോ എന്നൊക്കെയുള്ളതായ കാര്യത്തിൽ നമുക്ക് യാതൊരു കോൺഫിഡൻസും ഇല്ലാത്തതായ കാലമാണ്. പക്ഷേ ഇവിടെ എന്തൊരു ആത്മവിശ്വാസമാണ് ഈ സ്ത്രീകൾക്ക്. അവർ പറയുകയാണ്, ഇവൻ നിനക്ക് നിശ്ചയമായിട്ടും പോഷകനായിരിക്കും, ആശ്വാസകൻ ആയിരിക്കും. അതിൻ്റെ ന്യായം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അവിടെയാണ് ആദ്യം വായിച്ച വാക്യം നമ്മൾ കാണുന്നത്. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാളും ഉത്തമയുമായ നിൻ്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത്. ഇപ്പം എന്താ അവിടുത്തെ ന്യായം? അവരുടെ മനസ്സിൽ ന്യായം എന്താണ്? ഇവൾ ഇത്രയും നല്ലവളാകൊണ്ട് ഇവൾ പ്രസവിച്ച മകൻ നിശ്ചയമായിട്ടും നവോമിക്ക് ആശ്വാസകനായിരിക്കും. ഞാൻ ഓർപ്പിക്കട്ടെ, നിങ്ങളുടെ മക്കൾ നാളെ
ആരായിത്തീരുമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ ഇന്ന് ആരാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വചനം മുമ്പിൽ വെച്ച് പറയുകയാണ്, നിങ്ങളുടെ മക്കൾ നന്നാകണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളാദ്യം നന്നാകണം. പ്രിയപ്പെട്ടവർ, ഞാൻ എന്നെ മാറ്റി നിർത്തിയല്ലാട്ടോ ഈ പറയണത്. ഇത് അമ്മമാർക്ക് മാത്രമുള്ള കാര്യമല്ല, ഇവിടെ കാര്യം സഹോദരിമാരെ കാര്യം പറഞ്ഞിരിക്കുന്നതെങ്കിലും മാതാപിതാക്കൾക്കുള്ള വലിയ ഉത്തരവാദിത്വമാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ വ്യക്തമാക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അതുകൊണ്ട് സ്നേഹവും ദയയും വീട്ടിൽ വിതയ്ക്കാനായിട്ട് സാധിക്കുന്നത് ആ വീട്ടിൽ വളർത്തപ്പെടുന്ന മക്കൾ പിൽക്കാലത്ത് ഈ സൽഗുണങ്ങളിൽ സമ്പന്നരായിട്ട് രൂപപ്പെട്ടു വരത്തക്കവണ്ണം മുഖാന്തരമായിട്ട് തീരും. ഈ ഉന്നതമായ പ്രമാണം ദൈവാത്മാവ് ഇവിടെ വ്യക്തമാക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ വലിയ ഉൾക്കാഴ്ച ഏറ്റെടുത്ത് നമ്മുടെ നടപ്പും പ്രവൃത്തികളും നന്നാക്കി നമ്മുടെ വീട്ടിൽ മനോഹരമായ സാക്ഷ്യം നിർവഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. സ്നേഹവും ദയവും ഇല്ലാത്തൊരു വീട് വളരുന്ന മക്കൾക്ക് എന്ത് വേദനയായിരിക്കുമെന്നറിയാമോ? കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ഭാഗത്തൊരു റോഡപകടം ഉണ്ടായി. അതിലെ വാർത്ത പത്രത്തിൽ വന്നു. 16 വയസ്സുള്ള മോള് അവളുടെ ജോലിക്ക് പോയിരിക്കുന്ന അപ്പനും ഉച്ചഭക്ഷണം കൊണ്ട് കൊടുക്കാനായിട്ട് അവൾ സൈക്കിളിൽ പോയതാണ്. പക്ഷേ ഒരു ലോറി വന്ന് തട്ടി അവൾ മരണത്തോടടുത്ത് കിടക്കുകയാണ്. അപ്പോൾ അവളോട് അവളുടെ അന്ത്യാഭിലാഷം ചോദിച്ചു. മരണത്തോളം അവളുടെ അടുത്ത് കിടക്കുക. അവളുടെ അന്ത്യാഭിലാഷം എന്തായിരുന്നു എന്നറിയാമോ? അവൾ പറഞ്ഞു, എൻ്റെ അപ്പനും അമ്മയും സ്നേഹമായും സന്തോഷമായിട്ടും ജീവിക്കുന്നത് കാണണമെന്നാണ് എൻ്റെ ആഗ്രഹം. ആ കുഞ്ഞിൻ്റെ വേദന ആ വാക്കുകളിൽ വെളിപ്പെടുകയല്ലേ. കാരണം അവളുടെ അപ്പന് ഭക്ഷണമായി പോകുമ്പോഴും ആ വീട്ടിൽ ഉള്ള അന്തരീക്ഷം അവളെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പല ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ കുടുംബത്തിനകത്ത് നാം ശരിയായിരിക്കുന്നു എന്നുള്ളത് സൂക്ഷ്മതയോടെ ഉറപ്പുവരുത്താം. ആ ഐക്യതയ്ക്കും സ്നേഹത്തിനും തടസ്സമായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്ന് വരികിൽ പ്രാർത്ഥനയുടെ വഴിയിൽ ഏത് തടസ്സങ്ങളെയും മാറ്റാനായിട്ട് സാധിക്കുമല്ലോ. നമ്മുടെ കർത്താവ് പറഞ്ഞല്ലോ, ഈ മലയോട് പോയി കടലിൽ ചാടാൻ പറഞ്ഞാൽ അതങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞാൽ ഏത് തടസ്സങ്ങളെയും മാറ്റുവാൻ സർവശക്തനായ നമ്മുടെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ വലിയ ഉൾക്കാഴ്ചയോടെ വരുന്ന ദിവസങ്ങളിൽ ജീവിക്കേണ്ടതിന് ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഇസ്രയേലിൽ ആത്മീകമായ ഉണർവുണ്ടായപ്പോൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന മനോഹരമായ ഒരു വാക്യമുണ്ട്. അവർക്ക് തമ്മിൽ ഐകമത്യം നൽകുവാൻ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. ഹിസ്കിയാവിൻ്റെ കാലത്തുണ്ടായ ആത്മീക ഉണർവിനോട് ബന്ധപ്പെട്ടാണ് അത് രേഖപ്പെടുത്തുവാനിടയായിട്ട് തീരുന്നത്. 2 ദിനവൃത്താന്തം 30:12 എൻ്റെ ഓർമ്മ. ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്ന് പറഞ്ഞതാണ്. ഈ വാക്യം ശരിയാണ്. ഐകമത്യം നൽകുവാൻ ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചു. ഞാനിന്ന് പകലിൽ ഓർപ്പിക്കട്ടെ, ഏത് അനൈക്യതയെയും ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൈ വ്യാപരിച്ചാൽ ഐക്യതയെ തകർക്കാനായിട്ട് ആർക്കും നിൽക്കാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ ദൈവത്തിൻ്റെ മഹത്വവും ശക്തിയും ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കട്ടെ. നമ്മുടെ കുടുംബത്തിനകത്തുള്ള ബന്ധങ്ങൾ ശരിയല്ലെങ്കിൽ ആ ബന്ധങ്ങൾ പ്രാർത്ഥനാപൂർവം ക്രമപ്പെടുത്താനുള്ള വലിയ ആവശ്യകത ഉണ്ട്.
ഞാനിനി ഇതിനൊരു പുതിയ സത്യത്തോടൊന്ന് കണക്റ്റ് ചെയ്യുകയാണ്, വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഈ സ്നേഹവും ദയയും ഏത് കാര്യത്തിൽ ഉൾപ്പെടുന്നതാണെന്ന് പുതിയ നിയമത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇച്ചിരി സങ്കീർണമാണ് എൻ്റെ ചോദ്യം, എങ്കിലും നിങ്ങളുടെ ഒരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്നേഹവും ദയയുമാണല്ലോ രൂത്തിൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അത് എഴുതിപ്പെടുന്നതാണ്. നല്ല ഉത്തരം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആത്മാവിൻ്റെ ഫലം ഗലാത്യർ 5:22 വാക്യത്തിൽ വായിക്കുമ്പോൾ അതിൽ ഈ രണ്ട് കാര്യങ്ങളും പറയുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ആത്മാവിൻ്റെ ഫലം ഒരുമിച്ച് പറയാമില്ലേ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ 9 കൂട്ടം കാര്യങ്ങൾ ആത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ സ്നേഹവും ദയയും ആത്മാവിൻ്റെ ഫലമാണ്. അപ്പോൾ നമ്മൾ ആത്മനിറവിൽ ജീവിച്ചാൽ, നമുക്ക് ആത്മാവില്ല എന്നാണ് ചില ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് ആരോപണമായി പറയുന്നത്. നമ്മൾ അസാധാരണമായ ശബ്ദങ്ങൾ കേൾപ്പിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് അവരത് പറയുന്നത്. അവർ പറഞ്ഞോട്ടെ. പക്ഷേ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം രക്ഷിക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ടവരിൽ എല്ലാവരിലും ആര് വസിക്കുന്നുണ്ട്? ദൈവാത്മാവ് വസിക്കുന്നുണ്ട്. ഒരു റെഫറൻസ് പറഞ്ഞേക്കാം. 1 Corinthians 3 വാക്യത്തിൽ അതെത്ര മനോഹരമായിട്ടാണ് ദൈവാത്മാവ് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അവിടെ ജഡീകന്മാരൊക്കെ ഉള്ള സഭയാണ് എങ്കിലും അവിടെ അതെത്ര കൃത്യമായിട്ട് വായിക്കുന്നു. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. രക്ഷിക്കപ്പെട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. റോമർ 8:9 വാക്യം കൂടി ഒന്ന് കുറിച്ചിട്ടോ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ഇതൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ന്യായമായിട്ട് ഉത്തരം പറയാവുന്ന ചില വാക്യങ്ങൾ വേണം. അപ്പം അതുകൊണ്ട് 2 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ആർജിച്ചെടുക്കാനുള്ളതായൊരു കൽപ്പനയുണ്ട്. അതൊക്കെ വിശദമായിട്ട് ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയാൻ പറ്റില്ലല്ലോ. എഫേസ്യ ലേഖനം 5-ാമത്തെ വാക്യത്തിൽ ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച് എന്ന് പറഞ്ഞ് ആ കൽപ്പന വിശദീകരിക്കുകയാണ്. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന അനുഗ്രഹീതമായ അനുഭവത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. എഫേസ്യർ 5:18 ആ കൽപ്പന നൽകിയിട്ട് 21 വാക്യത്തിൽ വരുമ്പോൾ ആത്മാവ് നിറഞ്ഞവർ എന്തു ചെയ്യും എന്നുള്ളതായ കാര്യം അവിടെ എടുത്ത് പറയുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കും. രൂത്തിന് ഇത്രയും അനുഗ്രഹം കിട്ടിയ ആളല്ലായിരുന്നു. രൂത്ത് നവോമി പരിചയപ്പെടുത്ത ദൈവത്തെ വിശ്വസിച്ചു. ഭാഗികമായ വെളിപ്പാടുകളെ അവർക്ക് കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് മുഴുവൻ വെളിപ്പാടും കിട്ടിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, രൂത്തിനേക്കാൾ നന്നായി ജീവിക്കാനുള്ള സാധ്യത ആർക്കുണ്ട്? നമുക്കുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തന്നിട്ടുള്ളതായ ഈ സാധ്യതയെ വിജയകരമായിട്ട് പ്രയോജനപ്പെടുത്താനുള്ള ആവശ്യകത ഉണ്ട്. കല്യാണ പ്രസംഗങ്ങളിൽ ഇത് ചിലപ്പോൾ ചേർത്തൊക്കെ പറയാറുണ്ട്. ഞാനൊരു വാചകത്തിൽ ചേർക്കുകയും ഭയത്തിൽ കീഴ്പ്പെട്ടിരിപ്പെന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് കുടുംബത്തിനകത്തുള്ളതായ കടപ്പാടുകളെ വിശദീകരിക്കുന്നത്. 22 വാക്യത്തിൽ ഭാര്യമാരോട് പറയുകയാണ്, ഭർത്താക്കന്മാർക്ക് സകലത്തിലും
കീഴടങ്ങിയിരിക്കണം. 25-ാം വാക്യത്തിൽ വരുമ്പോൾ ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഭർത്താക്കന്മാർ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പോൾ അത് മുഴുവനും മനസ്സിലായില്ലെങ്കിലോ എന്ന് വിചാരിച്ചായിരിക്കാം 28-ാം വാക്യത്തിൽ പറയുകയാണ്, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ആത്മാവ് നിറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനകത്ത് സൂക്ഷിക്കാനായിട്ട് ദൈവം തന്നിട്ടുള്ളതായ കൽപ്പനകൾ നമുക്ക് അതുപോലെ വിജയകരമായിട്ട് ആചരിക്കുവാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാനിവിടെ ഓർപ്പിക്കുക, നമുക്ക് ആത്മനിറവിൽ ജീവിക്കാനായിട്ട് കഴിയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ക്ലാസ്സിൽ പോകാനായിട്ട് നിവൃത്തിയില്ല. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. കർത്താവേ, അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞ് ജീവിക്കാനായിട്ട് എന്നെ സഹായിക്കണം എന്നുള്ളതായ ആഗ്രഹവും പ്രാർത്ഥനയിലും നമുക്ക് ആരംഭിക്കാം. ആ ആത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. പിന്നെ ഈ ഫലത്തെക്കുറിച്ച് ഞാൻ വിശദീകരണം കൂടാതെ 2 വാചകങ്ങൾ പറയാം. നമുക്കറിയാം, ഈ ഫലം എന്നുള്ളത്, ഒരു വൃക്ഷത്തിൽ ഫലമുണ്ടാകുന്നത് കേവലം ഒരു സ്വാഭാവികമായിട്ടുള്ളതായ കാര്യമാണ്, കൃത്രിമമല്ല. ഇപ്പോൾ എല്ലാം കൃത്രിമത്തിൻ്റെ കാലമല്ലേ. ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണ് ഇപ്പോൾ. ചില ഡൈനിങ് ടേബിളിനൊക്കെ അടുത്ത് മനോഹരമായ പഴങ്ങൾ, കണ്ടാൽ മനോഹരമായ പഴങ്ങൾ കാണും, പക്ഷെ അത് കാണാനേ കൊള്ളാവുള്ളൂ, കഴിക്കാൻ കൊള്ളാവുന്നത് അല്ല. ഞാനൊരു വലിയ പാഠം പറയാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ആത്മനിറവിൽ ജീവിച്ചാൽ ഈ സ്നേഹവും ദയയും ഒന്ന് കൃത്രിമമായിട്ട് കാണിക്കേണ്ടതായിട്ട് വരികയില്ല. കൃത്രിമമായി കാണിക്കണ്ട കേട്ടോ. കൃത്രിമമായി കാണിക്കുന്നതിന് നമ്മുടെ കർത്താവ് വിളിച്ചിട്ടുള്ള പേര് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അത് കപടഭക്തിയാണ്. അതില്ലെങ്കിൽ ഇല്ലാതിരിക്കട്ടെ. കാരണം ഇല്ലാത്തത് നമ്മൾ കാണിക്കാനായിട്ട് ശ്രമിക്കണ്ട. പക്ഷേ ആത്മനിറവിൽ ജീവിച്ചാൽ ഈ ഫലം സ്വാഭാവികമായി നമ്മിൽ നിന്ന് പുറപ്പെടും. അതുകൊണ്ട് ആ വലിയ ഉൾക്കാഴ്ച നമുക്ക് സൂക്ഷിക്കാം. പിന്നെ ഒരു കാര്യം ഇവിടെ പറയുകയാണ്, ഈ 9 കൂട്ടം കാര്യങ്ങൾ നമ്മളെല്ലാവരും കൂടി പറഞ്ഞായിരുന്നു. ചിലതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ ചിലത് തീരെ കാണുന്നില്ല. ഇത് ആത്മാവിൻ്റെ ഫലമായിരിക്കും അല്ലെന്ന് പറയാൻ നിങ്ങൾക്കൊരു മടിയില്ലേ? അത് ആത്മാവിൻ്റെ ഫലമല്ല. കാരണം നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാകൊണ്ട് ഇപ്പോൾ രക്ഷിക്കപ്പെടാത്ത ആളുകളിലും ചില നല്ല ഗുണങ്ങൾ കണ്ടു എന്ന് വരാം. അതും സ്വാഭാവികമാണ്. കാരണം ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ലേ മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ അത് ചിലതൊക്കെ അങ്ങനെ കാണും. ഞാനൊരു വലിയ സത്യം ഓർപ്പിക്കുകയാണ്. ഈ 9 കൂട്ടം കാര്യങ്ങൾ ആത്മാവിൻ്റെ ഫലത്തിൽ ഉൾപ്പെടുന്ന 9 ഗുണങ്ങളാണ്. ഇതെല്ലാം ഒരു വ്യക്തിയിൽ വിളങ്ങണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾ ആത്മനിറവിലാണ് ജീവിക്കുന്നത് എന്ന് വരികിൽ ഈ ഫലം കുടുംബത്തിനകത്ത് അന്യോന്യം സമൃദ്ധമായി ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾക്ക് അങ്ങനെയുള്ള ഭാഗ്യത്തിലേക്ക് വരാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെയുള്ള നമ്മുടെ ജീവിതങ്ങൾ കാണുന്ന ആളുകൾക്ക്, നമ്മെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്ന ആളുകൾ അത് മാറ്റി പറയത്തക്കവണ്ണം വരുന്ന നാളിൽ മുഖാന്തരമായിട്ട് തീരട്ടെ. നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നാം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുന്നവരാണെന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് സാധിക്കട്ടെ. ഞാൻ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം ഒന്ന് പരാമർശിക്കുകയാണ്.
ആ വാക്യം നിങ്ങൾക്ക് നല്ല പരിചയമുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അവിടെ യോസേപ്പിനെ യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ ചേർത്ത് ചിന്തിക്കാവുന്നൊരു പ്രയോഗം അവിടെയുണ്ട്. ഓർക്കുന്നുണ്ടോ ആ പ്രയോഗം? യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷം. പിന്നെ എൻ്റെ അടുത്ത വാചകത്തിൽ പറയുന്നത് അതിൻ്റെ കൊമ്പുകൾ എവിടെയാണ് പടരുന്നത്? മതിലിന്മേൽ പടരുകയാണ്. അപ്പോൾ മതിലിന്മേൽ ഫലപ്രദമായൊരു വൃക്ഷത്തിൻ്റെ കൊമ്പുകൾ പടർന്നാൽ അകത്തുള്ളവർക്ക് ആ ഫലം ആസ്വദിക്കാം, പുറത്തുള്ളവർക്കും ആസ്വദിക്കാം. ഇസ്രായേലിൻ്റെ പ്രമാണത്തിൽ ഇപ്പോൾ മുന്തിരിങ്ങ തോട്ടത്തിൻ്റെ അരിയിലൂടെ പോകുമ്പോൾ അവന് കഴിക്കാവുന്നിടത്തോളം പറിച്ച് കഴിക്കാം, അതിന് വിലക്കില്ല. അത് ഇസ്രായേലിൻ്റെ പ്രമാണത്തിനൊരു മഹത്വമാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, പരിശുദ്ധാത്മ നിറവുള്ള വ്യക്തികളൊരു വീട്ടിൽ പാർത്താൽ അകത്തുള്ളവർക്ക് അതിൻ്റെ അനുഗ്രഹം അന്യോന്യം ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. ആ സ്നേഹത്തിൻ്റെ ചരടുകളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തോടുള്ള ആകർഷണീയത്വം. അത് സാധിക്കട്ടെ. മാത്രമല്ല പുറത്തുള്ളവർക്കും അത് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. ഞാൻ തെളിവ് പറയണ്ടല്ലോ. ഈ അയൽക്കാരായ സ്ത്രീകൾ വന്ന് രൂത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുമ്പോൾ അവർ അയൽവക്കത്ത് കിടന്ന് ആസ്വദിക്കുവാൻ ഇടയായിട്ട് തീർന്ന കാര്യമാണ് അവർ സാക്ഷ്യപ്പെടുത്തുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സ്നേഹവും ദയയും ആത്മാവിൻ്റെ ഫലവും അകത്ത് നമുക്ക് വിതച്ച് ജീവിക്കാനായിട്ട് സാധിക്കുന്നത് അത് എത്രയോ വലിയ അനുഗ്രഹമായിരിക്കും. നമ്മൾ അനുഗ്രഹിക്കപ്പെടും, മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടും. ഞാൻ യോസേപ്പിനെ കുറിച്ച് 2 വാക്കോടെ പറഞ്ഞ് നിർത്താം. യോസേപ്പ് ഫലപ്രദമായൊരു വൃക്ഷമായിരുന്നു. യോസേപ്പിൻ്റെ കുടുംബത്തിനകത്തുള്ള ആളുകൾ അതെത്രയോ അധികം ആസ്വദിച്ചു. എന്നും എനിക്ക് അത്ഭുതമാണ്. ഇതെല്ലാം കഴിഞ്ഞു. ഒടുവിൽ 50-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോസേപ്പിൻ്റെ സഹോദരന്മാർക്ക് വല്ലാത്ത ഭയം. ഈ അപ്പം മരിച്ച് അടക്കിയിട്ട് വന്നപ്പോൾ അവർ വിചാരിച്ചു ഇതുവരെയൊക്കെ നമ്മൾ അനുഭവിച്ച എല്ലാ സ്നേഹവും അപ്പൻ്റെ കെയർ ഓഫിലാണ്, ഇനി ഇവൻ പഴയ കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മോട് പെരുമാറുമോ എന്ന് ഭയപ്പെട്ടു. ഈ സഹോദരന്മാർക്ക് യോസേപ്പിൻ്റെ അടുക്കൽ പോകാൻ ധൈര്യമില്ല. അതുകൊണ്ട് വേറെ ചില ആളുകളെ അയച്ചു, അവിടെ പോയി ക്ഷമ പറയിപ്പിച്ചു. അവിടെ ഒരു ദൂതുണ്ട് കേട്ടോ. ഏതെങ്കിലും കാര്യത്തിൽ ക്ഷമ പറയണമെന്ന് നിങ്ങൾക്ക് പ്രേരണയുണ്ടായാൽ അത് അടിയന്തരമായി പോയി പറഞ്ഞോളണം. ഈ സഹോദരന്മാർക്ക് ഇതെല്ലാം മനസ്സിലായി യോസേപ്പിനെ തിരിച്ചറിഞ്ഞപ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതായിരുന്നു. പക്ഷേ ആ ചരിത്രത്തിൽ അവരത് ചെയ്തില്ല. യോസേപ്പ് നല്ലവനാകൊണ്ട് ഇവർ ക്ഷമ പറയട്ടെ എന്നൊന്നും കാത്തിരുന്നുമില്ല. നന്മകൾ ധാരാളം ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ പഴയ പാപം അവരെ പിന്നെയും വേട്ടയാടുകയാണ്. എൻ്റെ ഇപ്പോഴത്തെ വിഷയം അല്ലെങ്കിൽ ഒരു വാക്ക് ഓർപ്പിക്കുക. ഏതെങ്കിലും വിഷയത്തിൽ പാപബോധമുണ്ടായാൽ പോയി ക്ഷമ പറയണമെന്ന് പ്രേരണയുണ്ടായാൽ പോയി ക്ഷമ പറഞ്ഞ് കാര്യങ്ങൾ പരിഹരിച്ചോളണം. അല്ലെങ്കിൽ പാപം നിങ്ങളെ പിന്നെയും വേട്ടയാടുവാൻ ഇടയായിട്ട് തീരും. ഒരു പാപവും വർഷങ്ങൾ കൊണ്ട് തേഞ്ഞു മാഞ്ഞു പോവുകയില്ല. കാരണം യഹൂദയുടെ പാപം ഇരുമ്പെടുത്താണി കൊണ്ടും വജ്രത്തിൻ്റെ മുന കൊണ്ടുമാണ് എഴുതിയിരിക്കും. അതെങ്ങനെയാണ് തേഞ്ഞു മാഞ്ഞു പോകുന്നത്? പക്ഷെ പോകും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സഹോദരന്മാരുടെ പ്രതിനിധികൾ ചെന്ന് യോസേപ്പിനോട് സംസാരിക്കും. ആ വാക്യം നമുക്കൊന്ന് വായിച്ച് അവസാനിപ്പിക്കാം. 50-ാം അധ്യായത്തിൽ 21-ാമത്തെ വാക്യം, ഉൽപ്പത്തി 50:20. എന്തൊരു മനുഷ്യനാണ്! അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നോക്ക്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കുമെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തി. ഇപ്പോൾ അവിടെ എത്ര പേരുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. അവരവിടെ ചെല്ലുമ്പോൾ 70-ലധികം പേരുണ്ടായിരുന്നല്ലോ.
ഇപ്പോൾ അവരെ എത്രയോ വലിയൊരു കൂട്ടമായി കാണും. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയമാണ്. ഒരുത്തൻ മതി നന്നായാൽ. അവൻ പറയുകയാണ്, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും. യോസേപ്പിന് മനസ്സുണ്ടായിരുന്നു. അത് പറയുമ്പോൾ യോസേപ്പിന് അതിനുള്ള സാധ്യതയുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ കുടുംബത്തെ മാത്രമല്ല, ആ കുടുംബത്തിനകത്ത് യോസേപ്പ് എന്തോ ഒരു വലിയ അനുഗ്രഹമായിരുന്നു എന്ന് നമ്മൾ കാണുകയാണ്. അതുമാത്രമാണോ, എന്തോരം ദേശക്കാരാണ് വന്ന് യോസേപ്പിൻ്റെ നന്മ അനുഭവിക്കുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മനിറവിൽ ജീവിക്കാം, അകത്താത്മാവിൻ്റെ ഫലം വിതയ്ക്കാം. അകത്തുള്ളവരത് ആസ്വദിക്കട്ടെ, നമ്മുടെ കുടുംബങ്ങൾ നന്നാകട്ടെ, നമുക്ക് അവിടെ നമ്മുടെ കുടുംബം പണിയാനായിട്ട് സാധിക്കട്ടെ. അത് സാധിച്ചാൽ മറ്റുള്ളവർക്കും നമ്മുടെ കുടുംബങ്ങൾ വരുന്ന ദിവസങ്ങളിൽ ആശ്വാസമായിട്ട് അനുഗ്രഹമായിട്ട് തീരുവാൻ ഇടയായിട്ട് തീരും. രൂത്ത് പണിത കുടുംബം അതെത്രയോ അനുഗ്രഹമായി തീർന്നു, നമുക്കും അനുഗ്രഹമായിട്ട് തീർന്നു. അതുകൊണ്ട് ഈ വലിയ ഉൾക്കാഴ്ചയോടുകൂടി വരുന്ന ദിവസങ്ങളിൽ നമ്മുടെ കുടുംബം പണിയേണ്ടതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാര്യോട് പറയാനായിട്ടുണ്ട്, അത് പറഞ്ഞു തീർക്കണമെന്ന് വിചാരിച്ചെങ്കിലും തീർന്നില്ലല്ലോ. ഞാൻ അടുത്ത ക്ലാസ്സിൽ അതൊന്ന് പ്രാരംഭത്തിൽ സൂചിപ്പിച്ചിട്ട് വേറൊരു കുടുംബത്തെക്കുറിച്ചുകൂടി നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. കർത്താവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. വളരെ സൂക്ഷ്മതയോടെ ദൈവം നമ്മെ ആക്കിയുള്ള കുടുംബത്തെ പണിത് ജയാളികളായി സാക്ഷ്യം വഹിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം ദൈവകൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.